നമസ്കാരം. കേരളം വ്യവസായ സൗഹൃദമാണെന്ന് ലേഖനം എഴുതിയ ശശി തരൂരിന് എണ്ണി മറുപടി പറഞ്ഞ വി.ഡി. സതീശൻ. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് സൂചിക 2021 ലോകബാങ്ക് നിർത്തലാക്കിയെന്നും 3 ലക്ഷം സംരംഭങ്ങൾ എന്നത് കെട്ടുകഥയാണെന്നും പ്രതിപക്ഷ നേതാവ് സമർത്ഥിച്ചു. പ്രതിപക്ഷ നേതാവിനെ കണക്ക് നിരത്തി മറുപടിയുമായി വ്യവസായ മന്ത്രി പി. രാജീവ് രംഗത്തെത്തി. കേരളം മോശമാണെന്ന് വരുത്തി തീർക്കുന്നത് കേരള ശത്രുക്കളാണെന്ന് രാജീവ് പറഞ്ഞു. വ്യവസായ സൗഹൃദമാണോ കേരളം എന്നാണ് സൂപ്പർ പ്രൈം ടൈം ഇന്ന് ചർച്ച ചെയ്യുന്നത്. എന്നോടൊപ്പം ശ്രീ ജോയ് സെബാസ്റ്റ്യൻ സംരംഭകനാണ്, ശ്രീ ജോസഫ് സി മാത്യു രാഷ്ട്രീയ നിരീക്ഷകൻ, ശ്രീ കെ.ജെ. ജേക്കബ് മാധ്യമ പ്രവർത്തകൻ, ശ്രീ ജിൻഡോ ജോൺ കോൺഗ്രസ് നേതാവ് എന്നിവർ. ആദ്യം ശ്രീ ജോയ് സെബാസ്റ്റ്യൻ. തിരുവനന്തപുരം എം.പി. ശശി തരൂർ കേരളത്തിലെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തെക്കുറിച്ച് പുകഴ്ത്തിയെന്ന് മാത്രമല്ല, കേരളം സ്റ്റാർട്ടപ്പുകൾക്കൊരു ഡൈനാമിക് സെന്ററാണ് എന്ന് പറഞ്ഞു വയ്ക്കുകയും ചെയ്തു. ഇന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഈ കാര്യത്തെ വേറൊരു ആംഗിളിൽ കാണുകയാണ് എന്ന് മാത്രമല്ല, അദ്ദേഹം പറയുന്നു 254% വളർച്ച എന്നുള്ളത് തൊട്ട് മുമ്പുള്ള കോവിഡ് ഇയേഴ്സുമായി താരതമ്യം ചെയ്യുമ്പോഴാണ്, അതുകൊണ്ട് അത് വലിയ വളർച്ചയായി കാണേണ്ടതില്ല എന്ന് മാത്രമല്ല, ഈ ധനത്തിൻ്റെ കാര്യത്തിൽ കേരളത്തെക്കാൾ മെച്ചപ്പെട്ട നിലയിലാണ്. അതായത് നിക്ഷേപത്തിൻ്റെ കാര്യത്തിൽ കേരളത്തെക്കാൾ കൂടുതൽ നിക്ഷേപം സ്റ്റാർട്ടപ്പുകളുടെ രൂപത്തിൽ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് കേരളം ഈ സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിൽ ഏറ്റവും ഗംഭീരമാണ് എന്ന് പറയുന്നതിൽ വലിയ കഥയൊന്നുമില്ല, അതൊരു PR എക്സർസൈസ് മാത്രമാണെന്ന് പ്രതിപക്ഷവും പറയുന്നു. ഒരു സംരംഭകൻ എന്നുള്ള നിലയിൽ താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം സത്യത്തിൽ കേരളത്തിലേത് വളരെ വളരെ മുന്നിലാണ് എന്ന് പറയണം. കാരണം കോവിഡ് കഴിഞ്ഞതിന് ശേഷം എല്ലാ വർഷവും തന്നെ 1000-ലധികം സ്റ്റാർട്ടപ്പുകൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലെ സ്റ്റാർട്ടപ്പ് മിഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം 6000-ലേറെയാണ്. എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ വർഷങ്ങളിൽ കേരളത്തിലെ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റത്തിന് വിവിധ അന്താരാഷ്ട്ര ഏജൻസികളുടെ വിവിധ തരത്തിലുള്ള അവാർഡുകളും ലഭിച്ചിട്ടുണ്ട്. ഞാൻ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റത്തെ കാണുന്നത് ഫണ്ടിങ് കിട്ടുക, സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാവുക, ഫണ്ടിങ് കിട്ടുക, അത് വ്യത്യസ്ത തലത്തിലുള്ള ഫണ്ടിങ്, സീഡ് അല്ലെങ്കിൽ സീരീസ് എ അല്ലെ പ്രീ സീരീസ് ഫണ്ടിങ് കിട്ടുന്നത് മാത്രമല്ല സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റത്തെ വിലയിരുത്താൻ നമ്മൾ എല്ലാവരും നോക്കേണ്ട ഒരു സംഗതി. എനിക്ക് തോന്നിയിട്ടുള്ളത് ഇക്കോസിസ്റ്റം എന്നുള്ളത് സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാവുക, ഫണ്ടിങ് ഉണ്ടാവുക, മാർക്കറ്റ് ഉണ്ടാവുക എന്നത് മാത്രമല്ല. ബേസിക്കലി നമ്മുടെ ഒരു സ്റ്റാർട്ടപ്പിന് വേണ്ട ചിലപ്പോൾ എല്ലാ സ്റ്റാർട്ടപ്പുകളും എല്ലാം ചെയ്യുന്നവരാവണമെന്നില്ല. ഞാൻ ഒരു 5 വർഷം മുമ്പ് നമ്മുടെ കേരളത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ഹാർഡ്വെയർ സ്റ്റാർട്ടപ്പിനെ അല്ലെങ്കിൽ ചിപ്പ് മാനുഫാക്ചറിങ് സ്റ്റാർട്ടപ്പിനെ കണ്ടെത്തുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ AI ചിപ്പ് മാനുഫാക്ചർ ചെയ്യുന്ന സ്റ്റാർട്ടപ്പുകൾ വരെ കേരളത്തിൽ തുടങ്ങിയിട്ടുണ്ട്. അതിനർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ സോഫ്റ്റ്വെയർ ഓറിയൻറ്റഡ് സ്റ്റാർട്ടപ്പുകളായിരുന്നു 2020 മുമ്പ് നമ്മൾ നോക്കിയാൽ കേരളത്തിലുണ്ടായതെങ്കിൽ, ബാക്കി ടെക്നോളജി, ഫുഡ്, മെഡിക്കൽ, ഒത്തിരി മേഖലകളിൽ പുതിയ സംരംഭങ്ങൾ, അതെല്ലാം വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവന്നുള്ള അർത്ഥത്തിലൊന്നുമല്ല ഞാൻ കാണുന്നത്. പക്ഷേ ഒത്തിരി ഇനിഷ്യേറ്റീവ്സ് കേരളത്തിൽ നടക്കുന്നുണ്ട്. മുൻപ് കേരളത്തിലെ കുറച്ച് അതായത് കോളേജിൽ നിന്ന് ഇറങ്ങി ജോലി ചെയ്തുകൊണ്ടിരുന്നവരാണ് സ്റ്റാർട്ടപ്പുകളിലേക്ക് മൂവ് ചെയ്തതെങ്കിൽ, ഇപ്പോൾ ഏത് കോളേജ് നോക്കിയാലും കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫൈനൽ ഇയർ സ്റ്റുഡൻസൊക്കെ 1-2 സ്റ്റാർട്ടപ്പുകൾ ഇപ്പോൾ തുടങ്ങിയിട്ടാണ്. എല്ലാ കോളേജിലെയും ഫൈനൽ ഇയർ സ്റ്റുഡൻസിൻ്റെ കൂട്ടത്തിൽ നിന്ന് 1-2 സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാകുന്നുണ്ട്. കേരളത്തിൽ ഇനിഷ്യേറ്റീവ്സ് ഒത്തിരി നടക്കുന്നുണ്ട്. അതിനൊപ്പം സ്റ്റാർട്ടപ്പ് മിഷനും സർക്കാരും അതുപോലുള്ള മറ്റ് ഏജൻസികളും നമ്മുടെ നാട്ടിലെ തന്നെ ഏഞ്ചൽ നെറ്റ്വർക്കുകളും വലിയ തോതിൽ കേരളത്തിലെ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റത്തെ വളർത്താൻ ശ്രമിക്കുന്നുണ്ട്. അത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു സംഗതിയായിട്ടല്ല ഞാൻ കാണുന്നത്. കേരളത്തിൽ മൊത്തത്തിൽ ഒരു അന്തരീക്ഷം ഇതിനകത്ത് മാറിയിട്ടുണ്ട് എന്നുള്ളത് നിസ്തർക്കമാണ്, യാതൊരു സംശയവുമില്ല. അതിന് എല്ലാ ഘടകങ്ങളും, അത് ഞാൻ പറഞ്ഞ പോലെ ഫണ്ടിങ്, ഗവൺമെൻറ് ആസ് എ മാർക്കറ്റ് പ്ലേസ് എന്നുള്ള പദ്ധതി, അതുപോലെ ഗവൺമെൻറ് സപ്പോർട്ട് സിസ്റ്റം, അത് KFC, അതുപോലെ മറ്റ് ഫണ്ടിങ് ഏജൻസികൾ, അത് കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അനുപൂരകങ്ങളായ സ്റ്റാർട്ടപ്പുകൾ ഒത്തിരി ഉണ്ടാകുന്നുണ്ട്. ചില മേഖലയിൽ ഇപ്പോൾ AIയിൽ സോഫ്റ്റ്വെയർ പ്രോഡക്ട്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണമെങ്കിൽ അതിൻ്റെ ചിപ്പ് മാനുഫാക്ചറേഴ്സ് കേരളത്തിൽ തന്നെ ഉണ്ട്. ഞങ്ങൾ വീഡിയോ കോൺഫറൻസിങ് ചെയ്യുന്ന സ്റ്റാർട്ടപ്പാണ്. ഞങ്ങളെപ്പോഴും ആഗ്രഹിക്കാറുള്ളത് കേരളത്തിൽ നിന്ന് ഒരു നല്ല സ്റ്റാർട്ടപ്പ്, ക്യാമറാസ് ഉണ്ടാക്കുന്ന സ്റ്റാർട്ടപ്പ് ഉണ്ടാവണമെന്നൊക്കെ. അതിലുമൊക്കെ ഇപ്പോൾ AI ക്യാമറയൊക്കെ ഉണ്ടാക്കുന്ന സ്റ്റാർട്ടപ്പുകൾ കേരളത്തിൽ നിന്ന് തന്നെ വന്നു കഴിഞ്ഞു. നമ്മുടെ നാട് ഒരു വലിയ ഇക്കോസിസ്റ്റമായിട്ട്, ഞാൻ ഈ പറഞ്ഞത്
സ്റ്റാർട്ടപ്പിൻ്റെ നമ്മുടെ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പിൻ്റെ സൂചകങ്ങൾ എടുത്തുകൊണ്ട് മാത്രമല്ല, അല്ലാതെ തന്നെ മൊത്തത്തിൽ യുവാക്കളുടെ ഇടയിലും കോളേജിൽ പഠിച്ചിറങ്ങുന്ന കുട്ടികളുടെ ഇടയിലും പ്രൊഫഷണൽസിനിടയിലും ഒരു ചിന്താഗതി ഇപ്പോൾ ഉണ്ടായി വരുന്നുണ്ട്. ഒരു സ്റ്റാർട്ടപ്പ് ഏതെങ്കിലും ഘട്ടത്തിൽ പരീക്ഷിക്കണം, സ്വന്തമായൊരു സംരംഭം പരീക്ഷിക്കണം. അത് പരീക്ഷണം വിജയമാകുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് കണക്കുകൾ സ്റ്റാർട്ടപ്പ് മിഷൻ തന്നെ പലപ്പോഴും പറയാറുണ്ട്. 10% നമ്മുടെ വിജയസാധ്യത സ്റ്റാർട്ടപ്പുകളുടെ. അത് ലോകത്തെമ്പാടും 10% താഴെയാണ്. കേരളത്തിൽ അത് മെച്ചമാണെന്നാണ് ഞാൻ കാണുന്നത്. ആ തോൽവി പോലും കേരളത്തിലെ അതായത് പരാജയപ്പെടുന്ന സ്റ്റാർട്ടപ്പുകൾ പോലും വലിയൊരു പാഠവും കൂടെ നൽകിയിട്ടാണ് പോകുന്നത് എന്ന് വെച്ച് ഈ പരാജയപ്പെട്ടവരാരും പിന്നോട്ട് പോകുന്നില്ല. അവരുടെ അടുത്ത സ്റ്റാർട്ടപ്പുകൾ പലതും വിജയിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരു വലിയ മനോഭാവം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് യാതൊരു തർക്കവും വേണ്ട അതിനകത്ത്. തീർച്ചയായും. ശ്രീ ജോസഫ് സി മാത്യു, ശശി തരൂർ അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ സൂചിപ്പിച്ചതും ഒരു പാരഡൈം ഷിഫ്റ്റിനെ കുറിച്ചാണ്. അദ്ദേഹം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് വേൾഡ് വൈഡ് ഗ്രോത്തിനേക്കാളും 5 ഇരട്ടിയാണ് കേരളത്തിലെ സ്റ്റാർട്ടപ്പുകളുടെ വളർച്ചാ നിരക്ക് എന്നുള്ളത്. അപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സംരംഭകത്വം എന്നുള്ളത് യുവാക്കളുടെ മറ്റൊക്കെ ഒരു പ്രയോറിറ്റി ആയി വരുന്നു. ജോലി വാങ്ങുക എന്നുള്ളതിനപ്പുറത്ത് സംരംഭകനാകാം എന്ന് ചിന്തിക്കുന്ന ആളുകളുടെ എണ്ണം കൂടി വരുന്നു. ഗവൺമെന്റ് അതിൻ്റെ ഒരു ഫെസിലിറ്റേറ്ററായി പ്രവർത്തിക്കുന്നു. നമ്മൾ അതിനെ ആ ഒരു പോസിറ്റീവായ ആംഗിളിൽ കാണാമല്ലോ. അതിൽ കേവല രാഷ്ട്രീയം നോക്കേണ്ടതുണ്ടോ? അങ്ങനെ കേരളത്തിൽ സംരംഭകത്വം കൂടുകയാണ്, വളരുകയാണ് എന്ന് പറഞ്ഞാൽ അത് ആകെ കുഴപ്പം എന്നുണ്ടോ? ഇല്ല, സംരംഭകത്വം കൂടുകയാണ് എന്നുള്ളത് വസ്തുതയാണെങ്കിൽ തീർച്ചയായിട്ടും അത് സ്വാഗതാർഹമാണ്. ഞാൻ നേരത്തെ ഇവിടെ ശ്രീ ജോയി ഇവിടെ പറഞ്ഞ പല കാര്യങ്ങളോടും എനിക്ക് യോജിപ്പാണ്. അതായത് ചില നല്ല ഇന്നവേറ്റീവായിട്ടുള്ള ശ്രമങ്ങൾ കേരളത്തിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്. എല്ലാം സാമ്പത്തികമായി വലിയ വിജയമോ ഒരുപാട് തൊഴിലവസരമോ ഒന്നും ഉണ്ടാക്കി തന്നുകൊള്ളണം എന്നില്ല. എന്ന് മാത്രമല്ല, ശ്രീ അനൂപ് അംബിക ഇത് ഡ്രൈവ് ചെയ്യുന്ന ആൾ, അദ്ദേഹത്തിന് IT യെക്കുറിച്ച് നല്ല ധാരണയുള്ള ആ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. ആ രീതിയിൽ ആ ശ്രമങ്ങളെ ഒന്നും കുറച്ച് കാണാൻ ഞാൻ തയ്യാറല്ല. പക്ഷേ ആകെപ്പാടെയുള്ള പ്രശ്നം ഇതെന്തോ ഒരു പുതിയ സംഭവമാണ് എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കുന്നത് അത് തെറ്റാണ്. യഥാർത്ഥത്തിൽ ടെക്നോ പാർക്ക് എന്ന് പറയുന്നത് തന്നെ IT വ്യവസായത്തിന് ഒരു ക്ലസ്റ്ററിങ് ആവശ്യമുള്ള ഒരു വ്യവസായമല്ല. IT വ്യവസായത്തിൻ്റെ ഒരു പ്രോജക്റ്റിൻ്റെ ഒരു ഭാഗം ഇവിടെയും ഒരു ഭാഗം US-ലും പലയിടത്തിരുന്ന് ചെയ്യാവുന്നതാണെന്ന് നമുക്കെല്ലാം ബോധ്യമുണ്ട്. ഇപ്പം നമ്മുടെ ഈ ചർച്ച തന്നെ അതിൻ്റെ ഒരു ഉദാഹരണമാണ്. നേരത്തെ ഇത് സാധ്യമല്ലായിരുന്നു. നമ്മൾ വിവിധ സ്ഥലങ്ങളിലിരുന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുക. അപ്പോൾ ആ ഒരു എങ്കിൽ പോലും ടെക്നോ പാർക്കിൻ്റെ ഒരു പ്രത്യേകത കേരളത്തിൽ പല കാര്യങ്ങൾ കൊണ്ട് ഒരു സ്റ്റാർട്ടപ്പ് എൻവയോൺമെൻറ്റ് ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ്. അതിനെ അങ്ങനെ വിളിച്ചോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. US ടെക്നോളജി 14 പേരുമായിട്ട് ടെക്നോ പാർക്കിൽ ഇൻക്യുബേറ്റ് ചെയ്ത സ്ഥാപനമാണ്. ഏതാണ്ട് 10-20,000 പേര് ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട്. IBS, സൺടെക്, ഈ സ്ഥാപനങ്ങളെല്ലാം അങ്ങനെ വിരിഞ്ഞു വന്ന സ്ഥാപനങ്ങളാണ്. ഞാൻ 2004 ഒക്ടോബർ 1 ആണ് എൻ്റെ സ്ഥാപനം തുടങ്ങുന്നത്. ഇപ്പോൾ ഏതാണ്ട് 20 വർഷമായി. അവിടുന്ന് ഒരു പ്ലഗ് ആൻഡ് പ്ലേ ഫെസിലിറ്റി ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും അങ്ങനെ ഒരു ശ്രമം നടത്താൻ കഴിയുമായിരുന്നില്ല. അതായത് 8 പേർക്ക് ഇരിക്കാവുന്ന ഒരു സീറ്റിന് ഒരു ഫെസിലിറ്റിക്ക് 14,000 രൂപ റെൻറ്റ് കൊടുത്താൽ എനിക്ക് പ്ലഗ് ആൻഡ് പ്ലേ ഫെസിലിറ്റിയിൽ എനിക്ക് ഓപ്പറേറ്റ് ചെയ്യാമായിരുന്നു. എൻ്റെ തൊട്ടപ്പുറത്ത് സ്ഥാപനം നടത്തിക്കൊണ്ടിരുന്ന ആളാണ് ഇപ്പോഴത്തെ സ്റ്റാർട്ടപ്പ് മിഷൻ ഡ്രൈവ് ചെയ്യുന്ന ആൾ. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, ഇത് നേരത്തെ മുതലേ ഇവിടെ ഉണ്ട്. അത് അങ്ങനെ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. കുറേ പേർ വിജയിച്ചിട്ടുണ്ട്, കുറേ പേർ പരാജയപ്പെട്ടിട്ടുണ്ട്, പരാജയപ്പെട്ടവർ വീണ്ടും ശ്രമിച്ചിട്ടുണ്ട്. അതെല്ലാം ശരിയാണ്. അപ്പോൾ പിന്നെ കണക്ക് വെച്ചിട്ട് ഇപ്പോൾ നേരത്തെ നടന്നു വന്നിരുന്നതിൽ നിന്ന് വലിയൊരു കുതിച്ചുചാട്ടം ഉണ്ടായി എന്നുള്ള പ്രഖ്യാപനത്തെയാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ശ്രീ ശശി തരൂർ പറഞ്ഞത്. അതിന് അദ്ദേഹം അടിസ്ഥാനമാക്കിയത് സ്റ്റാർട്ടപ്പ് ജനോം എന്ന് പറയുന്ന ഒരു സംഘടനയുടെ റിപ്പോർട്ടാണ്. ഒന്നാമത് ആ സംഘടന എന്ന് പറയുന്നത് കൊമേഴ്ഷ്യലായി പ്രവർത്തിക്കുന്ന ഒരു ക്ലൈൻറ്റ് ലിസ്റ്റുള്ള ഒരു സംഘടനയാണ്. അവരുടെ ഒരു ക്ലൈൻ്റാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ എന്ന് പറയുന്നത്. അതുപോട്ടെ, അതുകൊണ്ട് ഞാൻ അതിൻ്റെ ആധികാരികതയോ ഒന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. അവരുടെ റിപ്പോർട്ട് എടുത്ത് നമ്മൾ പരിശോധിച്ചാൽ അവർ പറയുന്നത് എന്താണ്? 2019 ജൂലൈ മുതൽ 2021 ഡിസംബർ വരെയുള്ള കാലയളവിനെയും 2021 ജൂലൈ മുതൽ 2023 ജൂൺ വരെയുള്ള കാലയളവിനെയും നമ്മൾ 2 വർഷ കാലയളവാണ്, ഒരു ചെറിയ ഓവർലാപ്പ് ഉണ്ട്. ഈ 2 കാലയളവിനെയും താരതമ്യപ്പെടുത്തിയാൽ കേരളത്തിലെ തന്നെ IT
എക്കോസിസ്റ്റത്തിൻ്റെ വാല്യൂ അവരൊരു വാല്യുവേഷൻ നടത്തുകയാണ് അവരുടേതായ രീതിയിൽ. അത് പക്ഷേ അതിനെ ഇപ്പോൾ നമ്മൾ കോൺടസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാര്യം അതേ മാനദണ്ഡം ഉപയോഗിച്ചായിരിക്കും എല്ലാ പട്ടണങ്ങളെയും എല്ലാ സംസ്ഥാനങ്ങളെയും അവർ വിലയിരുത്തിയിട്ടുള്ളൂ. അങ്ങനെ വാല്യൂ ചെയ്താൽ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ $1.7 ബില്യൺ ആണെന്നും അത് 2019-21 കാലയളവിനേക്കാൾ 254% അധികമാണെന്നുമാണ്. എന്ന് പറഞ്ഞാൽ കോവിഡിൻ്റെ സമയത്ത് നമ്മുടെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം തകർന്ന് അടിഞ്ഞു പോയിരുന്നുവെന്നും അവിടെ നിന്ന് വീണ്ടും ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടായി എന്നുമാണ് അവർ പറയുന്നത്. അത് നല്ല കാര്യം തന്നെയാണ്, ഞാൻ അതിനെ കുറച്ച് കാണുകയല്ല. പക്ഷേ ഈ 254% വളർച്ച എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലെ നമ്മൾ പറയുന്ന ബാക്കി ഇപ്പം ബാംഗ്ലൂരിൻ്റേത് $158 ബില്യൺ. അതേപോലെ എല്ലാ കണക്കുകളും ഞാൻ ഓർക്കുന്നില്ല. നമ്മൾ പറയുന്ന എല്ലാ പട്ടണങ്ങളും ഹൈദരാബാദ്, ചെന്നൈ, ഇനി തെലങ്കാന, പ്രതിപക്ഷ നേതാവ് പറഞ്ഞു തെലങ്കാന 730 കോടിയാണ്, കേരളത്തെക്കാൾ മഹാരാഷ്ട്ര 720 കോടിയാണ്, മറ്റു മുംബൈയുടെ കാര്യം ഇവിടെ താങ്കൾ സൂചിപ്പിച്ചു. ശരിയാണ്. പക്ഷേ ഇതൊക്കെ പരമ്പരാഗതമായി തന്നെ സംരംഭങ്ങൾ ഉള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു എക്കോസിസ്റ്റം ഉള്ള അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ കഴിയുന്ന ഗവൺമെന്റുകൾ ഉള്ള ഒരു ഇടം എന്നുള്ള നിലയിൽ കേരളം എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ലാത്ത ഒരു ഇടം എന്ന നിലയിൽ ഒരു താരതമ്യമായാലോ? അഭിലാഷ, അത് ശരിയല്ല. കേരളത്തിന് ഒരു മാപ്പിൽ ഒരു ഇടമുണ്ട് എന്ന് മാത്രമല്ല, കേരളം ബാക്കിയുള്ളവരുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ അല്ലെ ദേശീയ ശരാശരിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വലിയൊരു വളർച്ച ഉണ്ടായി എന്നാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം. അങ്ങനെയല്ല, നമ്മുടെ തന്നെ മുൻ അവസ്ഥയുമായി നോക്കുമ്പോൾ നമുക്ക് 254% വർധനവുണ്ട് എന്നും അപ്പോൾ പോലും നമ്മളുടെ മൊത്തം വാല്യുവേഷൻ അവരുടെ എക്സ്പോർട്ട് അല്ല കേട്ടോ പറയുന്നത്. എക്സ്പോർട്ട് ഈ 158 ബില്യൺ 158 ബില്യൺ അവരുടെ സ്റ്റാർട്ടപ്പിനെ വാല്യൂ ചെയ്യുമ്പോൾ അവരുടെ എക്സ്പോർട്ട് എന്ന് പറയുന്നത് 33.1 മില്യൺ ആണ്. അപ്പോൾ എക്സ്പോർട്ടിനെ അല്ല ഈ പറയുന്നത്. കേരളത്തിൻ്റെ എക്സ്പോർട്ടിനെ കുറിച്ച്, സ്റ്റാർട്ടപ്പ് രംഗത്തു നിന്നുള്ള എക്സ്പോർട്ടിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല റിപ്പോർട്ടിൽ. കേരളം അതിൻ്റെ റഡാറിൽ വരുന്നത് തന്നെ ഈ യഥാർത്ഥത്തിൽ ഈ ക്ലൈൻ്റ് ആയതുകൊണ്ടാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. റീജിയണൽ റാങ്ക് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഏഷ്യയുടെ, അതിൻ്റെ 40 എണ്ണത്തിൽ പോലും നമ്മൾ വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ റിപ്പോർട്ട് മുഴുവനൊന്നും വായിച്ചില്ല, കാര്യം അങ്ങനെ പഠിക്കേണ്ട ഒരു റിപ്പോർട്ടാണ് അതൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം ഞാൻ പറയാൻ വന്നത്, നിങ്ങളെടുത്ത് ഇതിൻ്റെ പശ്ചാത്തലത്തിലെടുത്ത് പരിശോധിക്കുകയാണ് ഇത് ഞാൻ പറയാൻ വന്നത്, നമ്മൾ ഈ കൊട്ടിഘോഷിക്കുന്ന റിപ്പോർട്ട് തന്നെ അത്ര ആധികാരികമല്ല. ആ റിപ്പോർട്ടിൽ തന്നെ നമ്മളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നത്, നമ്മൾ 1-ാം സ്ഥാനത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, റീജിയണലായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം അഫോർഡബിൾ ടാലൻറ്റ് എന്നുള്ള തലക്കെട്ടിലാണ്. ഈ അഫോർഡബിൾ ടാലൻറ്റ് എങ്ങനെയാണ് കണക്കാക്കുന്ന പാരാമീറ്റർ നമ്മൾ നോക്കിയാൽ, ഒരു നിശ്ചിത ടാലൻറ്റിന് നിങ്ങൾക്ക് എത്ര രൂപയ്ക്ക് കിട്ടും എന്നുള്ളതാണ്. അത് വെച്ച് നോക്കുമ്പം നമ്മുടേതൊരു ചീപ്പർ ലേബറാണ് എന്നുള്ളതാണ് ആ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ 5-ാം സ്ഥാനത്തായിരുന്നു, ഇപ്പം നമ്മൾ 1-ാം സ്ഥാനത്ത് എത്തിയതിൻ്റെ കാരണം മറ്റ് 4 പട്ടണങ്ങളിലെയും ശമ്പളം വർദ്ധിക്കുകയും ഇവിടുത്തെ ശമ്പളം അത്ര കണ്ട് വർദ്ധിക്കാതിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനം. അപ്പോൾ ഇത് ഞാൻ പറയാൻ വന്നത്, തീർച്ചയായിട്ടും ഈ നടത്തുന്ന ശ്രമങ്ങൾ നമ്മൾ ഒരുപാട് നാളായി ശ്രമിക്കുന്നതാണ്. ഇപ്പോൾ ശ്രീ ശശി തരൂർ പറഞ്ഞ പോലെയൊന്നുമല്ല, സ്റ്റാർട്ടപ്പ് മിഷൻ എന്ന് ടെക്നോ പാർക്ക് ഇൻക്യുബേറ്ററിനെ നാമകരണം ചെയ്ത് 2006-ലാണ് അത് ചെയ്യുന്ന സാഹചര്യം എനിക്കറിയാം. ഞാൻ ആ സമയത്ത് IT അഡ്വൈസറായിട്ട് പ്രവർത്തിച്ചതാണ് 2006 മുതൽ. എനിക്ക് ആ സാഹചര്യങ്ങൾ അറിയാം. ഒരുപാട് ശ്രമങ്ങൾ നമ്മളിവിടെ നടത്തിയിട്ടുണ്ട്. ആ ശ്രമം ഇപ്പോഴും തുടരുന്നുണ്ട്. അതെല്ലാം നല്ല കാര്യമാണ്. പക്ഷെ മുൻപുള്ളതിനെ എല്ലാം തള്ളി പറഞ്ഞുകൊണ്ട് ഈ സമയത്ത് എന്തോ ഒരു വലിയ കുതിച്ചുചാട്ടം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത് ചോദ്യം ചെയ്യപ്പെട്ടു പോകേണ്ടി വരും. അത് വസ്തുതാപരമല്ല. തീർച്ചയായും അതാണ് താങ്കളുടെ പോയിന്റ്. ശ്രീ KJ ജേക്കബ്, ഇവിടെ ഒരു ബൂമുണ്ട് എന്നുള്ളതൊരു PR എക്സസൈസിന്റെ ഭാഗമാണോ? ഇപ്പോൾ തിരുവനന്തപുരം MP തന്നെ ഈ സർക്കാരിനെ കുറിച്ച്, അതായത് അദ്ദേഹത്തിന്റെ എതിർ മുന്നണിയുടെ സർക്കാരിനെ കുറിച്ച് ദ വിഷൻ ആൻഡ് ഇന്റൻഷൻ ആർ അഡ്മയറബിൾ എന്ന് പറയുന്ന നിലയിലേക്ക് ഇവിടെ ഒരു വലിയ തോതിലുള്ള മാറ്റം, ഒരു വലിയ ചേഞ്ച് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ രാസത്വരകങ്ങളാകണം മറ്റെല്ലാവരും. ഇതൊരു തരത്തിലുള്ള ആ നിലയ്ക്കുള്ള ഒരു കൊട്ടിഘോഷം എന്നുള്ള നിലയിലാണോ കാര്യങ്ങൾ? ഇതിൻ്റെ അകത്തൊരു കൊട്ടിഘോഷത്തിൻ്റെ ഒരു എലമെൻറ്റ് വരുന്ന എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സത്യത്തിൽ ഈ ഒന്നാമത്തെ UDF സർക്കാരിൻ്റെ സമയത്ത്, അതാണ് എനിക്ക് തോന്നുന്ന സ്റ്റാർട്ടപ്പ് വില്ലേജ്, കൊച്ചിയിലെ സ്റ്റാർട്ടപ്പ് വില്ലേജ് ഇന്ത്യയിലെ തന്നെ ഒരു വലിയ ഒരു ഐക്കണായിട്ട് മാറിയിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു 2011, 12, 13 ആ സമയങ്ങളിലൊക്കെ
ഇന്ത്യയിൽ വരുന്നവരും പോകുന്നവരും ഒക്കെ കേരളത്തിൽ വരുന്ന എല്ലാവരും തന്നെ കൊച്ചിയിൽ സ്റ്റാർട്ടപ്പ് വില്ലേജ് പോകുന്നു. ഞാൻ അവിടെ പോയിട്ടുണ്ട്. അവിടെ ഇരുന്ന് ചെറുപ്പക്കാരായ ആളുകൾ പുതിയ ഐഡിയകളെക്കുറിച്ച്, പുതിയ ആശയങ്ങളെക്കുറിച്ച്, പുതിയ കമ്പനികളെക്കുറിച്ചൊക്കെ സ്വപ്നം കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ഗംഭീര ഒരു ആശയമായിരുന്നു. എനിക്ക് തോന്നുന്നത് ആനന്ദ് മഹീന്ദ്ര, പിന്നെ നമ്മുടെ ഇൻഫോസിസിൻ്റെ കോഫൗണ്ടർമാർ അവരൊക്കെ വന്ന് ഇത് ഗംഭീര പരിപാടിയാണ് എന്ന് പറഞ്ഞു. പക്ഷെ അതിനൊരു തുടർച്ച ഉണ്ടായില്ല എന്നുള്ളതാണ് വസ്തുത. അതിന് പല കാരണങ്ങളുണ്ട്. അത് ആവശ്യത്തിൽ കൂടുതൽ ഹൈപ്പ് ചെയ്തു എന്നുള്ളൊരു വസ്തുതയാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഒരു എക്കോസിസ്റ്റം ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു വസ്തുതയും ആ കൂട്ടത്തിലുണ്ട്. ഇപ്പോൾ അതിൻ്റെ വ്യത്യാസം ഞാനിപ്പോൾ കാണുന്നത് അന്ന് 2011-12 ഈ സ്റ്റാർട്ടപ്പ് വില്ലേജിൻ്റെ സമയത്തുണ്ടായിരുന്നത് കുറച്ചുകൂടി വിശാലമായ രീതിയിൽ വരുന്നു. അന്നുണ്ടായിരുന്ന ഐക്കൺ പ്ലെയേഴ്സ് തന്നെ ആ അബദ്ധത്തിൽപ്പെട്ട കമ്പനിയിലാണ്. കാരണം ഞാൻ അന്നൊരു ചെറിയ മാഗസിൻ നടത്തിക്കൊണ്ടിരുന്ന ആളാണ്. ഈ സ്റ്റാർട്ടപ്പ് വില്ലേജിൻ്റെ ഐക്കൺ പ്ലെയർ ആയിരുന്ന കമ്പനി ഇപ്പോൾ നമുക്ക് കാണാനില്ല. അതേസമയം ജോയി സെബാസ്റ്റിനെ പോലെയുള്ള കമ്പനികൾ അവരാണ് ഇന്നിപ്പോൾ കേരളത്തിലെ സ്റ്റാർട്ടപ്പുകളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അവരൊക്കെ അധികം താമസിയാതെ പിന്നെ യൂണിക്കോൺ കമ്പനികളാകുന്ന ഈ നമ്മുടെ വാല്യുവേഷൻ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പോകുന്ന നമ്മുടെ രാജ്യത്തെ മുഴുവൻ അറിയപ്പെടുന്ന പിന്നെ ഒരു കമ്പനിയായി, ഒരു പ്രോഡക്റ്റ് കമ്പനിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ അകത്തൊരു ക്വാളിറ്റേറ്റീവ് അന്ന് വന്നത് എനിക്ക് തോന്നുന്നു, അന്ന് ഞാൻ ഈ മന്ത്രിമാരും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരൊക്കെ സംസാരിക്കും, അവർക്ക് തന്നെ വളരെ കൃത്യമായിട്ടൊരു ധാരണയില്ല ഇത് എങ്ങോട്ടാണ് പോകുന്നത്. അവരൊക്കെ പരമാവധി സഹായിച്ചിട്ടുണ്ട്. ഞാൻ ഈ UDF-കാരിരുന്നത് ഇങ്ങനെ നെഗറ്റീവ് പറയുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് സത്യത്തിൽ ആ സർക്കാർ വളരെയധികം പ്രോത്സാഹിപ്പിച്ച ഒരു സംഭവമായിരുന്നു. പക്ഷേ അതിനൊരു തുടർച്ച ഉണ്ടായില്ല. അതൊരു 2014 ആയപ്പോഴത്തേക്കും അത് ആ ഫിസിൽ ഔട്ടായി പോയി എന്നുള്ളതാണ്. പിന്നെ അതിനൊരു തുടർച്ച ഉണ്ടായില്ല. ഇപ്പം നമ്മൾ കാണുന്നത് വളരെ ഓർഗാനിക് ആയിട്ടുള്ള ഒരു സാധനമാണ്. ആ കൂട്ടത്തിൽ ഈ സർക്കാർ ചെയ്തത് കഴിഞ്ഞ സർക്കാരിൻ്റെ സമയത്ത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ കാര്യങ്ങൾ നടന്നു. ഈ സർക്കാർ ചെയ്തത് കുറേ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുത്തു എന്നുള്ളതാണ്. അപ്പം നമ്മുടെ നാട്ടിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഓർഡർ, ഇപ്പം ജോയ് പറഞ്ഞ ഈ നമ്മുടെ കോളേജുകൾ സ്റ്റാർട്ടപ്പുകളുണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ 2011, 12, 13 സമയത്തും ഉണ്ടായിരുന്നു. ഈ പല കോളേജുകളിലും കൊച്ചു സ്റ്റാർട്ടപ്പുകൾ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കതിന് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റിയില്ല, ഫോർ വാട്ട് എവർ റീസൺസ്. ഇപ്പം സർക്കാർ അതിൻ്റെ പുറകെ ഉണ്ട്, അവരെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി പുറകെ ഉണ്ട്. അങ്ങനെ വന്നു കഴിയുമ്പം ചില ഇൻഡിക്കേറ്റേഴ്സ്, ചില നമ്പറുകൾ ഫേവറബിളാണ്. അപ്പം മന്ത്രി സംസാരിക്കുമ്പോൾ അദ്ദേഹം കുറച്ച് ഹൈപ്പ് കൂട്ടി പറയുമായിരിക്കും. അതിന് നമ്മളിങ്ങനെ വട്ടത്തിലിരുന്ന് ചീത്ത വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം പല ഇനീഷ്യേറ്റീവുകൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ആളുകളാണ് നമ്മൾ. ഇന്ത്യയിലിപ്പോൾ നോക്കൂ, കെൽട്രോൺ, അതല്ലെങ്കിൽ തോഷിബ, ടെക്നോ പാർക്ക്, ഈ സ്റ്റാർട്ടപ്പ് വില്ലേജ്, ഇതൊന്നും മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ആളുകളായിരുന്നു നമ്മൾ. ടെക്നോ പാർക്ക് 91 തുടങ്ങുന്നതാണ്. പക്ഷേ IT ബൂമിൽ നമ്മൾ പുറകിലായിപ്പോയി. 91 ടെക്നോ പാർക്ക് തുടങ്ങിക്കഴിഞ്ഞിട്ട് അതിന് ശേഷം വന്ന ഹൈദരാബാദിലെ ബൂം സംഭവിക്കുമ്പോൾ ഞാൻ ഹൈദരാബാദിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. സർക്കാരിൻ്റെ ഭീകരമായിട്ടുള്ള പിന്തുണ, അത് അങ്ങ് പറയണ്ട. ഇന്ത്യയിൽ ആര് വന്നാലും അവിടെ കൊണ്ട് ഹൈടെക് സിറ്റി ഒന്ന് കാണിക്കുക എന്നുള്ളത് ചന്ദ്രബാബു നായിഡുവിൻ്റെ പ്രധാന കൃഷിയാണ്. അങ്ങനെ തന്നെ പറഞ്ഞ് വലുതാക്കിയ ഒരു നഗരമാണ് ഹൈദരാബാദ്. എങ്ങനെയാണ് ഭരണാധികാരികൾ അവരുടെ പ്രോജക്റ്റുകളെ സെല്ല് ചെയ്യുന്നതെന്ന് ചന്ദ്രബാബു നായിഡു ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് പലതും തുടർച്ചയില്ലാതെയായിപ്പോയി. ഇതിന് തുടർച്ച ഉണ്ടാകണം എന്ന് നമ്മൾ സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ് ചെയ്യേണ്ടത്. ഇതിന് നിങ്ങൾ എന്താണ് ഇതിനു വേണ്ടി കൂടുതലായിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്, എങ്ങനെയാണ് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാം. അതല്ലാതെ ഇതെല്ലാം തെറ്റാണ്, ഇതിലൊന്നുമില്ല, ഇതിൽ പുതിയതായിട്ടൊന്നുമില്ല, സ്റ്റാർട്ടപ്പ് എവിടെ, എൻ്റർപ്രൈസ് എവിടെ, കേരളത്തിൽ വ്യവസായം പറ്റില്ല, ഇങ്ങനെ പറഞ്ഞ് നെഗറ്റീവ് അടിക്കുന്നതിനേക്കാളും നല്ലത് നമ്മുടെ ചരിത്രം കൂടി നമ്മൾ അറിഞ്ഞിട്ട് വേണം സംസാരിക്കാൻ വേണ്ടിയിട്ട്. പല ഇനീഷ്യേറ്റീവുകളും മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സംസ്ഥാനമാണിത്. ഈ സർക്കാർ അത് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക, ഞങ്ങൾ കാണട്ടെ എന്ന് പറഞ്ഞെങ്കിലും നിൽക്കാനുള്ള മര്യാദ നാട്ടുകാർ കാണിക്കേണ്ടതുണ്ട്. ശരി, ഓക്കെ. ശ്രീ ജിൻഡോ ജോൺ, അനാവശ്യമായൊരു നെഗറ്റിവിറ്റി ഇക്കാര്യത്തിൽ പ്രതിപക്ഷം പുലർത്തുന്നുണ്ടോ? ഇപ്പോൾ ശശി തരൂരിൻ്റെ ലേഖനം, അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ എക്സ്പ്രസ്സിലെ കോളം വായിക്കുന്നവർ വായിച്ചു പോവുക എന്നുള്ള നിലയിൽ അങ്ങ് കടന്നു പോയേനെ. പക്ഷേ അതിന് വല്ലാതെ പ്രാധാന്യം കൊടുത്ത് ഇത്ര വലിയ ചർച്ചയാക്കി കേരളത്തിലൊന്നും നടക്കുന്നില്ല എന്ന മട്ടിൽ അവതരിപ്പിക്കേണ്ട കാര്യമുണ്ട്. ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനം നടത്തുമ്പോൾ അദ്ദേഹം ആദ്യം ഉന്നയിച്ച വാദം എന്ന് പറയുന്നത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ് ഇപ്പോഴില്ല, 2021 അത് നിർത്തലാക്കി, ലോകബാങ്ക് ഡാറ്റ മാനിപ്പുലേഷൻ കണ്ടെത്തിയതിനെ തുടർന്ന് നിർത്തലാക്കി. അപ്പോൾ ഇല്ലാത്തൊരു കാര്യമാണ് പറയുന്നതാണ്. ഇവിടെ ഇപ്പോൾ ശശി തരൂർ അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ കോട്ട് ചെയ്തതായാലും മന്ത്രി P. രാജീവ് പറഞ്ഞതായാലും കൊമേഴ്സ് മിനിസ്ട്രിയുടെ, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കൊമേഴ്സ് മിനിസ്ട്രിയുടെ ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ BRAP റാങ്കിങ്ങിനെ കുറിച്ചാണ്. അതിൽ കേരളം അച്ചീവർമാരുടെ പട്ടികയിൽ പല രംഗത്തും വന്നു. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായും അത് അങ്ങനെ സംഭവിച്ചു എന്ന് പറയും
കേരളത്തിലേക്ക് കൂടുതൽ നിക്ഷേപം വരാൻ അത് അങ്ങനെ മാർക്കറ്റ് ചെയ്യും. അതൊക്കെ സ്വാഭാവികമായി നടക്കുന്നതല്ലേ? അതിനെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുക എന്നുള്ള നിലയിലേക്ക് പ്രതിപക്ഷം പോകുന്നത് എന്തിനാണ്? അതിന്റെ കാര്യമുണ്ടോ? അഭിലാഷേ, ഇതിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സംസ്ഥാനത്ത് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ മാറ്റങ്ങളെ നമ്മൾ അംഗീകരിക്കാൻ നമ്മളെല്ലാവരും തയ്യാറാവണം, എല്ലാവരും തയ്യാറാകേണ്ടതുണ്ട്. ഇവിടെ ശശി തരൂരിൻ്റെ ലേഖനത്തിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം പറഞ്ഞിട്ടുള്ള ബാക്കിയെല്ലാം കാര്യം CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഉൾപ്പെടെ അത് ഏറ്റെടുത്തിട്ടുണ്ട്, അത് അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വാദം, അതിൽ പറയുന്ന മുഴുവൻ വാദങ്ങളും അവർ അംഗീകരിക്കുകയാണ്. കേരളത്തിൽ ഇപ്പോൾ എനിക്ക് മുമ്പ് സംസാരിച്ച ആൾ പറഞ്ഞതുപോലെ കേരളത്തിൽ ഇങ്ങനെ മുൻപ് ഇത്തരം സാഹചര്യം ഉണ്ടായില്ല. ഇപ്പോൾ മാറ്റമുണ്ടെങ്കിൽ ആ മാറ്റം ആദ്യം സംഭവിച്ചിരിക്കുന്നത് CPM എന്ന് പറഞ്ഞ പാർട്ടിക്കാണ്. മുൻകാലങ്ങളിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ നടന്നാൽ, അതായത് വ്യവസായ സൗഹൃദമാകണം, വ്യവസായികളെ ആകർഷിക്കണം, ഇവിടെ തനതായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് വരണം, ഇൻവെസ്റ്റേഴ്സിനെ നമ്മൾ വെൽക്കം ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ വലത് വ്യതിയാനം എന്നുള്ള ഓമന പേരിട്ട് സമരം ചെയ്ത ആളുകൾ ഇന്ന് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യം. പക്ഷെ അതിലെ ഫാക്റ്റാണ് നമ്മൾ പരിശോധിക്കുന്നത്, കണക്കുകളാണ് പരിശോധിക്കുന്നത്. പിന്നെ ശശി തരൂരിൻ്റെ ലേഖനത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ റെഡ് ഫ്ലാഗ് കൊണ്ട്, സമരം കൊണ്ട്, മുദ്രാവാക്യം കൊണ്ട് ഒന്നും നടത്താൻ പറ്റില്ല, ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട്, സംരംഭകരെ കൊണ്ടാണ് വികസനം കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്ന് ബംഗാളിലെ തിരിച്ചറിവ് CPM-ന് വന്നിരിക്കുന്നു എന്നാണ്. ബംഗാളിലെ തിരിച്ചറിവ് CPM-ന് വന്നിരിക്കുന്നു എന്നാണ് കേരളത്തിൽ. അതിൻ്റെ അർത്ഥം മറ്റേ നമ്മുടെ എലപ്പുള്ളിയിൽ മദ്യ കമ്പനി കൊണ്ടുവരുന്ന ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവരുന്ന അതിലായിരിക്കും. അപ്പോൾ ശശി തരൂരിൻ്റെ ലേഖനത്തെ അവർ എൻഡോഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ മുഴുവൻ കാര്യം എൻഡോഴ്സ് ചെയ്യണം. ഞങ്ങൾ ശശി തരൂരിൻ്റെ ലേഖനത്തിൽ അദ്ദേഹം എടുത്തിട്ടുള്ള ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സിലാണ് ഞങ്ങളുടെ കൺഫ്യൂഷൻ. അതായത് 3 ലക്ഷം സംരംഭകർ കേരളത്തിൽ വന്നു എന്നുള്ള വ്യവസായ മന്ത്രി അടക്കം പറയുന്നത് പുതുതായിട്ട്. അപ്പോൾ അതിലൊരു പ്രശ്നമുണ്ട്. ഈ 3 ലക്ഷം സംരംഭകർ എന്നുള്ളത് ഈ കേന്ദ്ര സർക്കാരിൻ്റെ MSME നയത്തിൻ്റെ ഭാഗമായിട്ട് അവർ മാറ്റം വരുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ട്രേഡ് ഇൻഡസ്ട്രിയിലുള്ള ആളുകളെ കൂടി MSMEയിൽ ഉൾപ്പെടുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏകദേശം ഒരു 40-50% ആളുകൾ അങ്ങനെയാണ് കയറി വരുന്നത്. ആ എണ്ണമൊക്കെ കൂട്ടിയിട്ട് പറയാം കേരളത്തിൽ 3 ലക്ഷം സംരംഭകർ വന്നു എന്ന് പറഞ്ഞാൽ, ഈ സംരംഭകരൊക്കെ വന്നിട്ട് സംരംഭകൻ തന്നെയല്ലല്ലോ പണിയെടുക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇവിടെ ഒരു ജോബ് ക്രിയേഷൻ ഉണ്ടാകണം. എത്ര ആളുകൾക്ക് ഇവിടെ തൊഴിൽ പുതുതായിട്ട് പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനത്തിന് ശേഷം വ്യവസായ മന്ത്രി ഒരു വാർത്താ സമ്മേളനം നടത്തി. അദ്ദേഹം ആ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. ആ ലിസ്റ്റ് പബ്ലിക് ഡൊമൈനിലുണ്ടല്ലോ. ഒരു ഉദാഹരണത്തിന് പറവൂർ മണ്ഡലത്തിലെ സംരംഭങ്ങളുടെ കാര്യമാണ് അദ്ദേഹം ഉദാഹരിച്ചത്. ജിയോ ടാഗിങ് നടപ്പാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഏതൊക്കെ സംരംഭങ്ങളാണ്? ഇത് പുതിയതാണോ, മുമ്പേ ഉണ്ടായിരുന്നതാണോ, പെട്ടിക്കട പുതിയ സംരംഭമായി പേര് ചേർത്തതാണോ? ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ മാനുഫാക്ചറിങ് സെക്ടറിലുള്ളവ ഏതാണ്, സർവീസ് സെക്ടറിലുള്ള ഏതാണ്, താങ്കൾ പറഞ്ഞ ട്രേഡിൽ ഏതാണ്, ഇതൊക്കെ സെപ്പറേറ്റ് കാണിക്കുന്ന വിധത്തിലുള്ള പട്ടിക ഗവൺമെന്റിന്റെ കയ്യിലുള്ളപ്പോൾ ആ ഡേറ്റ അനലൈസ് ചെയ്യുന്നതിന് മുമ്പ് മുൻവിധിയോടുകൂടി ഇതൊക്കെ പഴയ പെട്ടിക്കട പേര് മാറ്റിയതായിരിക്കുമെന്ന് നിലപാടെടുക്കേണ്ട കാര്യമുണ്ടോ? അല്ല അഭിലാഷ്, അതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ, ഈ നരേന്ദ്രമോദി സർക്കാർ 2014 ശേഷം അധികാരത്തിൽ വന്നപ്പോൾ മുതൽ ഈ രാജ്യത്ത് മൊത്തത്തിൽ കാണുന്ന ഒരു പ്രത്യേകതയുണ്ട്. കുക്ക്ഡ് അപ്പ് ഡാറ്റയാണ് നമ്മുടെ മുമ്പിൽ കിട്ടുന്നത്. കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന ഡാറ്റകൾ മുഴുവൻ അതാണ്. അതിന് സമാനമാണ് കേരളത്തിലെ സർക്കാർ പറയുന്നത്. ഇവർ നമ്മുടെ മുമ്പിൽ ഇതിനു മുമ്പ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഓരോ ഡാറ്റയും നോക്കൂ. കോവിഡ് മരണവുമായി ബന്ധപ്പെട്ട്, കോവിഡ് രോഗികളുടെ എണ്ണവുമായി ബന്ധപ്പെട്ട്, അതുപോലെ ഓരോ കാര്യത്തിലും നമ്മുടെ മുമ്പിൽ ഇതിനു മുമ്പ് സർക്കാർ തന്നിട്ടുള്ള ഡാറ്റകൾ മുഴുവൻ കുക്ക്ഡ് അപ്പ് സ്റ്റോറീസ് ആയിരുന്നു എന്ന് നമുക്ക് വെളിവാക്കപ്പെട്ടതല്ലേ. അതിന്റെ സത്യം പിന്നീട് തെളിയിക്കപ്പെട്ടപ്പോൾ ആരും അതിന്റെ പുറകിലേക്ക് ചർച്ച ചെയ്യുന്നില്ല. ഇവിടെയുള്ള പ്രശ്നം, ഉദ്യം രജിസ്ട്രേഷൻ വേണം. K-Swift രജിസ്ട്രേഷൻ എടുത്താൽ 2 മിനിറ്റ് കൊണ്ട് K-Swift എടുക്കാൻ പറ്റില്ല. ഞാൻ എടുത്തിട്ടുള്ള ആളാണ്, അതുകൊണ്ട് നടക്കില്ല. അത് വേറൊരു യാഥാർത്ഥ്യം. എന്തായാലും വ്യവസായ മന്ത്രി അവകാശപ്പെടുന്നത് പോലെ K-Swift രജിസ്ട്രേഷൻ എടുത്താൽ സംരംഭം തുടങ്ങി എന്നങ്ങ് വെറുതെ അങ്ങ് പറയാണ്. അങ്ങനെ എങ്ങനെ സംരംഭം തുടങ്ങാൻ പറ്റുക? അയാൾക്ക് എവിടുന്ന അതിനുള്ള മൂലധനം കിട്ടുന്നത്? എവിടെയാണ് സംരംഭം തുടങ്ങുന്നത്? അതിനുശേഷം ഈ നോക്കുകൂലി ഉൾപ്പെടെയുള്ള പല പ്രശ്നങ്ങൾ കേരളത്തിലുണ്ട്. യാഥാർത്ഥ്യങ്ങളെ കാണാതെ എണ്ണം മാത്രം വെച്ചുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ ആ എണ്ണത്തിൽ കുഴപ്പമുണ്ട്. ഇന്ന് വ്യവസായ മന്ത്രി പ്രതിപക്ഷ നേതാവിൻ്റെ പത്രസമ്മേളനത്തിന് ശേഷം പുറത്തുവിട്ടിരിക്കുന്ന കണക്ക് അടുത്ത ദിവസങ്ങളിൽ നമുക്കതൊന്ന് ചകഞ്ഞ് പരിശോധിക്കാം. മുൻകാലങ്ങളിൽ പറഞ്ഞിട്ടുള്ള പല കണക്കുകളും നമ്മൾ പരിശോധിച്ചപ്പോഴും ഇത്തരത്തിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. ഈ കേരളത്തിനെതിരാണെന്ന് പറഞ്ഞാൽ കേരളത്തിലെ യാഥാർത്ഥ്യം പറയണ്ടേ? നമ്മൾ കേന്ദ്ര സർക്കാരിന്റെ നയവ്യതിയാനങ്ങളെ കുറിച്ച് പറഞ്ഞാൽ, എന്തെങ്കിലും ജനവിരുദ്ധ നയങ്ങളെ കുറിച്ച് പറഞ്ഞാൽ, നരേന്ദ്രമോദിയെ വിമർശിച്ചാൽ, BJPയെ വിമർശിച്ചാൽ അതപ്പോൾ രാജ്യത്തിനെതിരാണ് എന്ന് പറയുന്ന ഒരു നെറേറ്റീവ് തന്നെയാണ്. നമ്മൾ കേരളത്തിലെ സർക്കാരിന്റെ ഇത്തരത്തിലുള്ള തട്ടിപ്പുകളെ പറഞ്ഞാൽ അപ്പോൾ കേരളത്തിനെതിരാണെന്ന്. അപ്പോൾ ഞങ്ങൾക്കായിരിക്കും കേരളത്തിലെ കണക്കുകളെ കുറിച്ച് ചോദിക്കണ്ടേ? ഞങ്ങളുടെ മുമ്പിൽ കിട്ടിയിട്ടുള്ള കഴിഞ്ഞ 8-8.5 വർഷക്കാലത്തെ ഓരോ കണക്കുകളും ഫാബ്രിക്കേറ്റഡ് ആയിരുന്നു. ഇവർ വലിയ വിസ്ഫോടനം നടന്നു എന്ന് പറഞ്ഞാൽ അഭിലാഷ് അതിന് മറുപടി പറയണം. കേരളത്തിലെ ചെറുപ്പക്കാർ, തൊഴിലില്ലാത്തവരുടെ എണ്ണം 29.9%. അപ്പോൾ ഈ ചെറുപ്പക്കാർ
ചെറുപ്പക്കാർക്ക് എവിടെ തൊഴിൽ കിട്ടാതെ പോയത്? ഇത്രയധികം സംരംഭങ്ങൾ പുതിയതായിട്ട് വന്നെങ്കിൽ എന്തുകൊണ്ട് ചെറുപ്പക്കാർക്ക് തൊഴിൽ കിട്ടുന്നില്ല? എങ്ങനെ ഈ ഇത്രയും സംരംഭങ്ങൾ വരുമ്പോൾ കുറഞ്ഞത് ഒരു സംരംഭത്തിൽ ഒരു 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെന്റ് എങ്കിലും ഉണ്ടെന്ന് വിചാരിക്കും, ആവറേജ് കണക്ക് കൂട്ടുക. അങ്ങനെയാണെങ്കിൽ 30,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് വരണമല്ലോ. അതിന് തത്തുല്യമായിട്ടുള്ള ഒരു മണി സർക്കുലേഷൻ കേരളത്തിന്റെ ഇക്കോണമിയിൽ ഉണ്ടാകണ്ടേ? അങ്ങനെ ഒരു GDP അതിന്റെ വർധന ഉണ്ടാകണ്ടേ? കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് 3.8% സ്റ്റാഗ്നന്റ് ആയിട്ട് നിൽക്കുക കേരളത്തിന്റെ GDP. അതായത് കേരളത്തിൽ സാമ്പത്തികമായിട്ടുള്ള വളർച്ച ഉണ്ടായിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ വളർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആളുകളുടെ സാധാരണക്കാരുടെ നിത്യനിദാനമായിട്ടുള്ള ജീവിതത്തിൽ അതിന്റെ റിഫ്ലക്ഷൻസ് ഉണ്ടാവണം. അവർക്ക് തൊഴിൽ കിട്ടണം, അവർക്ക് കൂലി വർധന ഉണ്ടാവണം, കൂടുതൽ പണം മാർക്കറ്റിൽ വരണം, ഇവിടുത്തെ സ്റ്റാഗ്നന്റ് ആയിട്ടുള്ള ഇക്കോണമി സിസ്റ്റത്തെ മാറ്റം വരുത്തണം. അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ. അപ്പൊ ഈ സർക്കാർ പുറത്തുവിടുന്ന കണക്കിൽ മാത്രം കണ്ട് ഇക്കിളിപ്പെട്ടിരുന്നാൽ സമൂഹത്തിൽ മാറ്റമില്ല എന്നുള്ള തിരിച്ചറിവ് നമ്മൾ അറിയുമ്പോഴത്തേനും കാലം കുറെ കഴിഞ്ഞു പോകും. ശരി, ഓക്കെ, അതാണ് കോൺഗ്രസിന്റെ പോയിന്റ്. ജോയ് സെബാസ്റ്റ്യൻ, എല്ലാ വിഷയങ്ങളിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് ഇപ്പോൾ ഈ കണക്ക് കൊണ്ട് കൺകെട്ട് നടത്തുക എന്നുള്ളത് കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. ഏത് ഗവൺമെന്റിനെ സംബന്ധിച്ചും ഈ കാലത്ത് PR വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഫീൽ ഗുഡ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഗവൺമെന്റുകളെ സംബന്ധിച്ച് അവരുടെ വീണ്ടുമുള്ള തെരഞ്ഞെടുപ്പിനും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെ ഇപ്പോൾ കുറേ കണക്ക് നമ്മൾ പ്രസന്റ് ചെയ്യുന്നുണ്ട്, ഗവൺമെന്റ് പ്രസന്റ് ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും അതേക്കുറിച്ച് പ്രതിപക്ഷത്തിന് ചോദ്യങ്ങൾ ഉന്നയിക്കാമല്ലോ. അപ്പോൾ ഇത്രയധികം പുതിയ സംരംഭങ്ങൾ വന്നെങ്കിൽ എന്തുകൊണ്ടാണ് അതനുസരിച്ച് GST രജിസ്ട്രേഷൻ കൂടാത്തത് എന്ന് പ്രതിപക്ഷ നേതാവ് ചോദിക്കുമ്പോൾ സ്വാഭാവികമായും അതിൽ ഒരു പോയിന്റ് ഉണ്ടല്ലോ. അല്ലെങ്കിൽ നമ്മുടെ GDP, ഇന്ത്യൻ GDPക്ക്, നമ്മുടെ രാജ്യത്തിന്റെ GDPക്ക് കേരളത്തിന്റെ കോൺട്രിബ്യൂഷൻ കുറെ കാലമായി ഒരേ ഫിഗറിൽ നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ സംരംഭങ്ങൾ വന്നിട്ടും അത് വർദ്ധിക്കാത്തത് എന്ന ചോദ്യം അദ്ദേഹം ചോദിക്കുന്നു. അതിന് വ്യവസായ മന്ത്രി ഉത്തരവും പറഞ്ഞു. അപ്പോൾ കണക്കുകൾ സർക്കാരിന് പറയാം, ആ കണക്കുകൾ ചോദ്യം ചെയ്യാനുള്ള അവകാശം പ്രതിപക്ഷത്തിനും ഉണ്ടല്ലോ. അങ്ങനെ ആരെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ ഉടനെ അവർ സംസ്ഥാന ദ്രോഹി ആവുക എന്ന് പറയുന്നത് ശരിയായ രീതിയായിരിക്കുമോ? അതിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു ഈ കാര്യത്തിലൊരു രാഷ്ട്രീയ ചർച്ചയാണ് നടക്കുന്നത്. അതിൽ ഉത്തരം പറയാൻ എനിക്ക് ചിലപ്പോൾ കഴിയണമെന്നില്ല. കാരണം ഞാൻ ആ രാഷ്ട്രീയം മനസ്സിലാക്കുന്ന ആളല്ല. അങ്ങനെ ഇത് PR വർക്കാണോ? പക്ഷെ ഒരു മാറ്റം ഞാൻ നേരത്തെ പറഞ്ഞത് സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റത്തെ പറ്റിയാണ്. ഇപ്പോഴത്തെ ചോദ്യം കേരളത്തിലെ വ്യവസായ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട കണക്കിനെ കുറിച്ചാണ്. വ്യവസായ അന്തരീക്ഷത്തിൽ മാറ്റം വന്നിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം എനിക്ക് തരാൻ കഴിയും. കാരണം ഞങ്ങളുടെ കമ്പനി ഈ കോവിഡിന് ശേഷം ഇവർ മിഷൻ 1000 എന്ന പരിപാടി അനൗൺസ് ചെയ്തപ്പോൾ ആലപ്പുഴയിൽ നിന്ന് ഇങ്ങനെ 100 കോടി ടേൺ ഓവർ ഉണ്ടാക്കാൻ കഴിയുന്ന കമ്പനിയായി കരുതപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ കൂടി കരുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റ് മിഷൻ 1000 എന്ന കാറ്റഗറിയിൽ പെടുത്തി ഞങ്ങളുടെ കമ്പനിയെ കൂടി ആ ഗ്രൂപ്പിൽ പെടുത്തി വേണ്ട സഹായങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതിൽ എനിക്ക് കണ്ട മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഇതിനു മുമ്പ് വളരെ നേരത്തെ MSME രജിസ്ട്രേഷൻ ഉണ്ട്, നമുക്ക് ഉദ്യം രജിസ്ട്രേഷൻ ഉണ്ട്. അപ്പോഴൊന്നും എന്നെ ആരെങ്കിലും വിളിച്ച് ഇതിനെപ്പറ്റി അന്വേഷിക്കുകയോ ഇത് എങ്ങനെ പോകുന്നു എന്ന് അന്വേഷിക്കുകയോ ഇതുവരെ ചെയ്തിട്ടില്ല. പക്ഷേ ഈ മിഷൻ 1000ലേക്ക് ഞങ്ങളുടെ കമ്പനിയെ കൂടി പരിഗണിച്ചതിന് ശേഷം എനിക്ക് തോന്നുന്നു എല്ലാ ആഴ്ചയിലും ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഞങ്ങളെ വിളിച്ച് ഞങ്ങളുടെ എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മെൻറ്ററിങ് ആവശ്യമുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കുറച്ച് പ്രോയാക്റ്റീവായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നുള്ള ഒരു മാറ്റം ഞാൻ ശരിക്കും എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരു എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി പറയല്ല, എൻ്റെ അനുഭവമാണ്. കാരണം ഞാനിപ്പോൾ ചില സമയത്ത് ഈ ഫോൺ എടുക്കാൻ കഴിയാറില്ല, ഇവരുടെ ഫോൺ കോൾ വരുമ്പോൾ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഇത് ഈ 1000 കമ്പനികളെയാണ് അങ്ങനെ കരുതുന്നതെന്ന് തോന്നുന്നു. ഈ 1000 കമ്പനികളിലും ഇതുപോലുള്ള ഒരു ഇടപെടൽ എനിക്ക് തോന്നുന്നു ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇത് മുമ്പ് ഞാൻ കണ്ടിട്ടില്ല. കാരണം ഞാൻ കമ്പനി തുടങ്ങിയിട്ട് കുറേ അധികം കാലമായി. 2009 തുടങ്ങിയതാണ്. ഉദ്യം രജിസ്ട്രേഷനും MSME രജിസ്ട്രേഷനും ഒക്കെ. ആദ്യം MSME രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു, പിന്നീട് ഉദ്യമായി മാറിയപ്പോഴും നമുക്കിങ്ങനെ ഒരു സംഗതിയൊന്നും, അത് രജിസ്റ്റർ ചെയ്ത് എന്തെങ്കിലും കുഴപ്പം പറ്റി ആരെങ്കിലും വിളിച്ചാൽ പോലും നമുക്ക് സഹായം കിട്ടാത്ത സ്ഥലത്ത് നിന്ന് വലിയൊരു ഈ തരത്തിലേക്കൊരു മാറ്റം ഞാൻ കാണുന്നുണ്ട്. അത് ഈ നമ്പറുകളൊന്നും എനിക്ക് പറയാൻ ഞാൻ ആളല്ല. കാരണം അതിനെപ്പറ്റിയൊക്കെ വ്യക്തമായ ധാരണ തരേണ്ടത് വേറെ ആൾക്കാരാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനൊരു മാറ്റം ഞാൻ കാണുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു കേരളത്തിന് മൊത്തത്തിൽ ഗുണം ചെയ്യാവുന്ന ഒരു സംഗതിയാണ്. കേരളത്തിൻ്റെ അന്തരീക്ഷത്തിൽ മുൻപ് ഉണ്ടായിരുന്ന ഒരു ഇവിടെ വ്യവസായം തുടങ്ങാൻ സാധ്യതയിൽ അല്ലെങ്കിൽ വ്യവസായം തുടങ്ങാൻ അനുകൂലമായ മണ്ണല്ല എന്നൊരു തോന്നലിൽ നിന്ന് ഉദ്യോഗസ്ഥരൊക്കെ കൂടെ നിൽക്കുന്നു എന്നൊരു തോന്നലുണ്ടാക്കാൻ ഇപ്പോൾ അതിന് ബാക്കി എന്തെങ്കിലും സപ്പോർട്ട് കിട്ടുമോ എന്നുള്ള അർത്ഥത്തിലല്ല, പക്ഷേ ഞങ്ങൾ കൂടെയുണ്ട് എന്നൊരു തോന്നലുണ്ടാക്കാനെങ്കിലും ഇപ്പം കഴിയുന്നുണ്ട്. അത് സാവധാനം ആ മാറ്റം കേരളത്തിൽ ദൃശ്യമാണ്. അത് ഏത് ഗവൺമെൻറ് ഭരിച്ചാലും ഇനി അത് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയാൽ ഇപ്പോൾ ഈ നേരത്തെ ജിൻഡോ പറഞ്ഞതുപോലെയുള്ള
വലിയ GST രജിസ്ട്രേഷനോ വലിയ തുകയിലുള്ള ട്രാൻസാക്ഷൻസോ നടന്നിട്ടില്ലെങ്കിലും ഭാവിയിലേക്ക് ഇത് കേരളത്തിന് വലിയൊരു മുതൽക്കൂട്ടാവും. വലിയ മാറ്റങ്ങൾക്ക് ഇത് സഹായം ചെയ്തേക്കാം. തീർച്ചയായും ഒരു അനുഭവം എന്നുള്ള നിലയിൽ, ഒരു സംരംഭകന്റെ അനുഭവം എന്നുള്ള നിലയിൽ പറഞ്ഞ കാര്യത്തിന് പ്രസക്തിയുണ്ട്. മിസ്റ്റർ ജോസഫ് സി മാത്യു, രണ്ടാമത്തെ വിഷയം കേരളം വ്യവസായ സൗഹൃദമായോ എന്നുള്ളതാണ്. ശശി തരൂർ ചൂണ്ടിക്കാണിക്കുന്നത് മുമ്പ് കേരളത്തിൽ ഒരു വ്യവസായം തുടങ്ങാൻ എടുക്കുന്ന ആവറേജ് സമയം എന്ന് പറയുന്നത് 236 ദിവസമായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് 2 മിനിറ്റ് കൊണ്ട് പറ്റും എന്ന് വാണിജ്യമന്ത്രി, വ്യവസായ മന്ത്രി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ആ നിലയ്ക്ക് കേരളം പ്രോ ബിസിനസ് ആയി മാറിയിരിക്കുന്നു എന്ന് കോൺഗ്രസിന്റെ MP ചൂണ്ടിക്കാണിക്കുന്നു. ബിസിനസ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണല്ലോ. അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് പരമ്പരാഗതമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ കേരളത്തെക്കുറിച്ചുള്ള ഒരു ചിത്രം എന്ന് പറയുന്നത് ഇത് വ്യവസായ സൗഹൃദമായ ഒരിടമല്ല എന്നുള്ളതാണ്. അതിന് പല ഘടകങ്ങളുണ്ട്, ഇടതുപക്ഷ ശാഠ്യങ്ങൾ എന്നൊക്കെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന പല കാര്യങ്ങളും. അപ്പോൾ അതൊക്കെ മാറി കേരളം പ്രോ ബിസിനസ് ആവുകയാണ്. ബിസിനസ്സിന് കൺഡ്യൂസീവ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഈ ഗവൺമെന്റിന്റെ ഒരു പ്രധാനപ്പെട്ട നേട്ടമാണ് എന്നുള്ള നിലയിൽ താങ്കൾ അതിനെ കാണാൻ തയ്യാറുണ്ടോ? അഭിലാഷ്, അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഈ നമ്മൾ IT രംഗത്തൊക്കെയുള്ള, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ സ്റ്റാർട്ടപ്പുകളെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഇപ്പം നേരത്തെ ശ്രീ ജോയി പറഞ്ഞ പോലെ, ഞാനും 2004 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് സ്ഥാപനം തുടങ്ങുമ്പോൾ എനിക്ക് എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും, എൻ്റർപ്രണർഷിപ്പ് കുറവുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അത് പലപ്പോഴും നിങ്ങൾക്ക് സംസാരത്തിലും മനസ്സിലാവാമായിരിക്കും. പക്ഷേ അത് എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും കൈത്താങ്ങിലും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഞാൻ IT അഡ്വൈസറായി പ്രവർത്തിക്കുമ്പം ഒരു മേജർ ക്ലയൻറ്റ്, വളരെ മേജറായിട്ടുള്ളൊരു US ക്ലയൻറ്റ് വരുന്നതിന് ഞാൻ ആ ക്ലയൻറ്റിന് അഷ്വറൻസ്, സ്റ്റേറ്റിൻ്റെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പറയാൻ, അത് ഇവിടെ സ്ഥാപനം തുടങ്ങാൻ അവർ നേരിട്ട് വരികയല്ല, വേറൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൻ്റെ ക്ലയൻറ്റാണ്. ഞാൻ ഇൻഫോ പാർക്കിൽ പോയി അവരെ കണ്ടിട്ടുണ്ട്. ഇവിടുത്തെ പല മേജർ കമ്പനികളും വരുമ്പോൾ ഇവിടുത്തെ ചീഫ് മിനിസ്റ്ററെയൊക്കെ കണ്ടിട്ട് ഗവൺമെൻറ് സപ്പോർട്ട് അഷ്വർ ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ പറയുന്നത്, ഇത് നമ്മൾ തുടർച്ചയായിട്ട് നടത്തി വരുന്ന ഒരു ശ്രമമാണ്. അത് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളത് സന്തോഷകരമാണ്. അത് അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്, അതിൽ സംശയമില്ല. പക്ഷേ ഇത് ആദ്യമായിട്ടാണ് എന്നുള്ള രീതിയിൽ പറയുന്നത് തീർച്ചയായിട്ടും തെറ്റാണ്. ഞാനൊരു സംരംഭകൻ എന്നുള്ള രീതിയിലും എനിക്ക് പറയാൻ പറ്റും. ഞാനൊരു ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി അത് ചെയ്തിട്ടുള്ള ഒരാളെന്നുള്ള രീതിയിലും എനിക്ക് പറയാൻ കഴിയും. പിന്നെ ഈ കൊട്ടിഘോഷിക്കുന്ന, നിങ്ങൾ യഥാർത്ഥത്തിൽ ഓരോ ഗവൺമെൻറ്റുകളുടെയും കാലത്തുണ്ടായ IT വളർച്ച ഇൻ ടേംസ് ഓഫ് ജോബ്, ഇൻ ടേംസ് ഓഫ് ടേൺ ഓവർ നിങ്ങൾ എടുക്കേണ്ടതാണ്. നിങ്ങൾ ഈ വികസന വിരോധി എന്ന് വിളിച്ച VSൻ്റെ കാലത്താണ് ഈ മേജർ ഇൻവെസ്റ്റ്മെൻറ്റ് മുഴുവൻ നടന്നിട്ടുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ സംരംഭകർക്ക് അല്ലെങ്കിൽ വ്യവസായങ്ങൾക്ക് വേണ്ടത് എന്താണ് എന്നുള്ളൊരു കാര്യമുണ്ട്. പിന്നെ സ്റ്റാർട്ടപ്പ് വില്ലേജിൻ്റെ കാര്യം നമ്മളിവിടെ പറഞ്ഞു. ഇത് തന്നെയാണ് സംഭവിച്ചത്. സത്യത്തിൽ അത് കേന്ദ്രത്തിൻ്റെ ഒരു ഫണ്ട്, ആ ഫണ്ട് വെച്ച് അവർക്ക് കൊടുത്ത മാൻഡേറ്റ് ഒന്നും കഴിയാതെ, അത് കൊടിയ അഴിമതിയാണ് അവിടെ നടന്നത്. പക്ഷേ നമ്മുടെ മന്ത്രിമാർ മുതൽ ജേർണലിസ്റ്റുകൾ വരെ അതെന്താണെന്ന് മനസ്സിലാക്കാതെ ഒരു കേന്ദ്രമന്ത്രിയുടെ കുടുംബവുമായിട്ടുള്ള ബന്ധത്തെ മിസ്യൂസ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു പ്രോജക്റ്റാണ്. ആ സമയത്തും സ്റ്റാർട്ടപ്പ് മിഷൻ ഇവിടെ ഉണ്ട്. സ്റ്റാർട്ടപ്പ് വില്ലേജ് വാസ് എ പ്രൈവറ്റ് പ്രോജക്റ്റ് അപ്പുറത്തുള്ളത്. അതിനെ കൊട്ടിഘോഷിച്ച് എന്തൊക്കെ റിപ്പോർട്ടുകളാണ് എഴുതിയതെന്ന് നിങ്ങളിപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കൂ. അത് സംഭവിക്കരുതെന്നാണ് നമ്മൾ പറയുന്നത്. പിന്നെ അഭിലാഷ് ചോദിച്ച ചോദ്യത്തിലേക്ക്, തീർച്ചയായിട്ടും എൻ്റെ വിചാരം ഇടതുപക്ഷ സർക്കാരുകളുടെ, ഇടതുപക്ഷത്തിൻ്റെ പെർസെപ്ഷനിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അത് ഗുണമോ ദോഷമോ എന്നൊക്കെ ഉള്ളത് വിലയിരുത്തപ്പെടേണ്ടതാണ്. പക്ഷേ VS സർക്കാരിൻ്റെയൊക്കെ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നത് വ്യവസായ സൗഹൃദമാകുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം, അല്ലാതെ നിക്ഷേപ സൗഹൃദമാകുക എന്നുള്ളതല്ല എന്നാണ്. അതായത് ഇൻവെസ്റ്റർ സമം ഇൻഡസ്ട്രി എന്നുള്ളത് LDF ഒരിക്കലും അംഗീകരിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇൻവെസ്റ്റർ ഫ്രണ്ട്ലിനെസ് ആണ് മുഖമുദ്ര എന്നുള്ളത് പരസ്യമായി തന്നെ അംഗീകരിക്കുകയും അവർ ദാനം നൽകുന്നതാണ് തൊഴിൽ എന്നുള്ള ഒരു നിർവചനത്തിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നു. അത് ഗുണമോ ദോഷമോ എന്നൊക്കെ ഉള്ളത് ബാക്കി നിർവചിക്കപ്പെട്ടത് ഓരോരുത്തരുടെ പൊളിറ്റിക്കൽ പെർസ്പെക്റ്റീവ് അനുസരിച്ചാണ് ഇരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഫലമായി കേരളത്തിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടായോ എന്നുള്ളത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്, യഥാർത്ഥ റിസൾട്ടാണ്, അത് പരിശോധിക്കേണ്ടതാണ്. അപ്പം നമ്മൾ 2022-23 കാലയളവിൽ ഇവിടുത്തെ MSME എന്ന് പറഞ്ഞാൽ മുഴുവൻ വ്യവസായങ്ങളാണ്. നമുക്കറിയാം 250 കോടിയിൽ താഴെയുള്ളതെന്ന് പറയുമ്പോൾ 99% ഇൻഡസ്ട്രിയാണ്. ഇതിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടായി എന്നാണ് കണക്കുകൾ പറയുന്നത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് 2021 ജൂലൈയിൽ കേന്ദ്ര സർക്കാർ ഒരു അമെൻമെൻറ്റ് വരുത്തി, കച്ചവട സ്ഥാപനങ്ങളെയും കൂടി MSMEയുടെ പരിധിയിൽപ്പെടുത്താം. അപ്പോൾ അത് മിക്ക സംസ്ഥാനങ്ങളും അതുപയോഗിച്ച് വലിയ പെരുപ്പ് അതിലുണ്ടായി. അതുകൊണ്ടാണ് GDPയുടെ കോൺട്രിബ്യൂഷനിൽ വർധനവുണ്ടാകാതെ, GSTയിൽ വർധനവുണ്ടാകാതെ, കണക്കുകളിൽ വർധനവുണ്ടായത്. അപ്പോൾ അതിനെ എങ്ങനെ എൻഹാൻസ് ചെയ്യാമെന്ന് നോക്കുമ്പോൾ നമ്മളൊരു 1500 ഇൻറ്റേൺസിനെ എടുക്കുന്നു KSIDCയിൽ. എന്നിട്ട് അവർ ചെയ്യാതിരിക്കുന്ന കടകളെ കൂടി ഇതിൻ്റെ അകത്തേക്ക് എൻ്റർ ചെയ്യുന്നു. 48,465 ട്രേഡിംഗ് എന്ന് നമ്മൾ പറയുന്നു.
ടെക്സ്റ്റൈൽ ഏതാണ്ട് വലിയൊരു 14,000 ചില്ലുവാനം. എവിടെ നിങ്ങൾ അതായത് വിൽപ്പനശാലകളെ വസ്ത്രനിർമ്മാണശാലകൾ എന്നുള്ള രീതിയിൽ അവതരിപ്പിച്ചാൽ കേരളത്തിന് മെച്ചമുണ്ടാവുമോ? നിങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങളിലുള്ള സ്പിന്നിങ് മിൽസിൻ്റെ എല്ലാം കണക്കെടുത്ത് നോക്കൂ. ഇപ്പോൾ നിയമസഭയിൽ വന്നിരിക്കുന്നതിൽ നമ്മുടെ നഷ്ടത്തിൻ്റെ കണക്കും നോക്കൂ. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾ കണക്കുകൾ വെച്ചിട്ട് വലിയൊരു, അതായത് നമുക്കാർക്കും അനുഭവവേദ്യമല്ലാത്ത നമ്മുടെ അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ താഴോട്ട് പോവാണ്. ഇടതുപക്ഷ ഘടകകക്ഷികൾ തന്നെ പറയുന്നു, എല്ലായിടത്തും പറയുന്നു, നമുക്ക് സാമ്പത്തികമായിട്ടുള്ള പരാധീനത നമുക്കറിയാം. ഇതിനെല്ലാം അപ്പുറത്ത് നിങ്ങൾക്കാർക്കും മനസ്സിലാകാത്ത, നിങ്ങൾക്കാർക്കും അനുഭവവേദ്യമല്ലാത്ത വലിയ ഒരു സ്വർഗം ഇവിടെ നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മളോട് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൻ്റെ കാര്യത്തിൽ പക്ഷേ അങ്ങനെയല്ല. തീർച്ചയായിട്ടും അതൊരു പാരാമീറ്ററാണ്. അതെടുത്ത് കളഞ്ഞു എന്നുള്ളത് ശരിയാണ്. BRAP ഉണ്ട് ഇപ്പോൾ. അതനുസരിച്ച് നോക്കുമ്പോൾ അതിൻ്റെ റാങ്കിങ്സിൽ കേരളം മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിന് വേണ്ടുന്നത് സർക്കാർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ 18 or 20 ഗവൺമെൻറ് ഉത്തരവ് ഒറ്റയടിക്ക് അമെൻഡ് ചെയ്തു. അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം പറയുന്നത് എന്താണ്? വ്യവസായികൾക്ക് സൗകര്യം ഒരുക്കാൻ എന്നല്ല, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ് മെച്ചപ്പെടുത്താൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗവൺമെൻറ് അത് ചെയ്തത്. വളരെ ട്രാൻസ്പെറൻ്റ് ആയിരുന്നു ആ കാര്യത്തിൽ. അപ്പോൾ ഇവരേതായാലും ഇങ്ങനെ ഒരു പാരാമീറ്റർ കൊണ്ടുവരുന്നുണ്ട്, അതിൽ മുന്നോട്ടേക്ക് കയറാൻ ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയുക. ഇപ്പോൾ റൈറ്റ് ടു സർവീസ് ആക്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഒരു പൗരൻ ഓഫീസിൽ ചെല്ലുമ്പോൾ അതനുസരിച്ച് അവൻ്റെ സർവീസ് ആ സമയത്തിനുള്ളിൽ ലഭിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കേണ്ടത്. അങ്ങനെയാണ് റാങ്കിങ് കൊടുക്കുന്നത്. ആരാണ് റാങ്ക് ചെയ്യുന്നത്? കേന്ദ്ര സർക്കാർ ഒരു ഏജൻസിയെ ഏൽപ്പിക്കുന്നു. ആ ഏജൻസിക്ക് ഇവിടുന്ന് അനുഭവസാക്ഷ്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു. അവിടെ റാങ്കിങ് കറക്റ്റായിട്ട് വരുന്നു. ആയിക്കോട്ടെ, ആ റാങ്കിങ് മെച്ചപ്പെട്ട് തന്നെ ഇരിക്കട്ടെ, അതിലെനിക്ക് സന്തോഷമുള്ളൂ, അങ്ങനെ ഇരുന്നോട്ടെ. പക്ഷേ അത് ഇടതുപക്ഷ സർക്കാരിൻ്റെ പൊളിറ്റിക്കൽ പെർസ്പെക്റ്റീവിൽ അത് ലിബറലൈസേഷൻ ഏതളവ് വരെ ഭംഗിയായി നടത്തി എന്നുള്ളതിൻ്റെ അളവ് പോലാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നുള്ളത്. തർക്കമില്ല. അതും പോട്ടെ, അത് ആ പൊളിറ്റിക്സ് വേണ്ടെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല, അത് നല്ല കാര്യം. പക്ഷേ അതുകൊണ്ട് ഇത്രയധികം വ്യവസായ സംരംഭങ്ങൾ ഇവിടെ വന്നു എന്ന് പറയുകയാണെങ്കിൽ അത് വസ്തുതാവിരുദ്ധമാണ്. K-SWIFTൻ്റെ കാര്യം ഇവിടെ പറഞ്ഞല്ലോ. K-SWIFTൽ 2022 മുതൽ 2025 ഫെബ്രുവരി വരെ 64,528 പേരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. അതിൽ 2000 ചില്ലുവാനും പേര് പുറകോട്ട് പോയി. എന്ന് പറഞ്ഞാൽ ഒരു വർഷം 20,000-ൽ താഴെ ആൾക്കാരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. ഉദ്യം പോർട്ടലിൽ 64,000 പേരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഈ കണക്കുകളിൽ വലിയ 3 ലക്ഷത്തിൻ്റെ കണക്കുകൾ കാണുന്നു. അതിൻ്റെ കാരണം എന്താണ്? അപ്പോൾ എവിടുത്തെ കണക്കാണ്, ഏത് കണക്കാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? ഏത് വ്യവസായത്തെക്കുറിച്ചാണ് പറയേണ്ടത്? എനിക്ക് മാതൃഭൂമിയോട് ഉൾപ്പെടെ അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ യഥാർത്ഥത്തിൽ ആ ലിസ്റ്റ് ഒന്ന് എടുക്കണം. ഒരു ജില്ലയുടെ എടുക്കൂ. എന്നിട്ട് നിങ്ങളതിൽ ഏതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഒരു ഇൻഡസ്ട്രി എന്ന് നമ്മൾ പറയാവുന്ന, തൊഴിൽ ജനറേറ്റ് ചെയ്യുന്ന, ഇവിടുത്തെ എക്കണോമിക് ഗ്രോത്ത് സ്പെർ ചെയ്യുന്ന കച്ചവട സ്ഥാപനങ്ങളല്ലാത്ത. കച്ചവട സ്ഥാപനം മോശമെന്ന് ഞാൻ പറയല്ല, അതിൻ്റെ കണക്കല്ലല്ലോ നമ്മൾ ഈ എടുക്കുന്നത്. ഇവിടെ ഇല്ലാതിരുന്ന നേരത്തെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കച്ചവട സ്ഥാപനങ്ങളെല്ലാം കൂടി ഒരു സൈറ്റിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതുകൊണ്ട് നാടിന് വളർച്ച ഉണ്ടാവുന്നില്ലല്ലോ. കണക്കുകളിൽ നമുക്ക് കൊട്ടിഘോഷിക്കാം. അപ്പം ഇത് വസ്തുത പറയാതെ ഇവിടെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ ഒന്നും ജീവിതത്തിൽ അനുഭവവേദ്യമല്ലാത്ത, തൊഴിലിൻ്റെ കാര്യത്തിൽ, സാമ്പത്തിക വളർച്ചയുടെ കാര്യത്തിൽ അല്ലാത്ത ഒരു കണക്ക് പറയുമ്പോൾ ഇത് എവിടെ നിന്ന് എന്ന് സാധാരണക്കാരൻ ചോദിക്കില്ലേ? ആശാവർക്കർ ചോദിക്കില്ലേ? മറിയക്കുട്ടി ചോദിക്കില്ലേ? ആ ചോദ്യത്തിന് മറുപടി പറയണ്ടേ? ശരി, അതാണ് ഉയർത്തുന്ന ചോദ്യം. K-SWIFT നോക്കിക്കഴിഞ്ഞാൽ ഈ MSME രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് 64,528 ഈ 3 ലക്ഷത്തിന്റെ കണക്ക് എവിടെ എന്ന് സ്വാഭാവികമായും പ്രതിപക്ഷം ചോദിക്കും. അപ്പോൾ ഈ പറഞ്ഞ കച്ചവട സ്ഥാപനങ്ങളെ കൂടി ഉൾക്കൊള്ളുന്ന ഒരു കണക്ക്, നമ്മളൊരു പ്രതീതി യാഥാർത്ഥ്യം ഉണ്ടാക്കുക എന്നുള്ളതിനപ്പുറത്തെ യഥാർത്ഥ സ്ഥിതി എന്ത് എന്ന് നമുക്കെങ്കിലും അറിയുക എന്നുള്ളത് പ്രധാനമാണല്ലോ. കേരളം കൊള്ളാവുന്ന ഒരിടമാണ്, കേരളത്തിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് വരട്ടെ എന്ന് നമുക്ക് മാർക്കറ്റ് ചെയ്യാം, അത് വേറൊരു തലം. പക്ഷെ അതിനപ്പുറത്ത് നമുക്ക് യഥാർത്ഥ യാഥാർത്ഥ്യം എന്താണ്, പ്രതീതി എന്താണ് എന്നുള്ളൊരു ബോധ്യം ഉണ്ടാവേണ്ടതല്ലേ? തീർച്ചയായിട്ടും അതിൽ ശ്രീ ജോസഫ് സി മാത്യു പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുന്നു. ഈ പറഞ്ഞതിൻ്റെ അകത്ത് നമുക്ക് നമ്മുടെ സർക്കാരിന് നാട്ടിന് ഏതെങ്കിലും ഗുണകരമല്ലാത്ത രീതിയിൽ വ്യവസായ സംരംഭങ്ങൾ ഉണ്ട് എങ്കിൽ അതാണ് ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന കടകൾ തന്നെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് എങ്കിൽ ആ കണക്ക് പറയുന്നതുകൊണ്ട് എന്താണ് പ്രശ്നം? അതിന് പകരം അതൊക്കെ 10 ലക്ഷം കള്ളങ്ങൾ എന്ന് പറഞ്ഞ് പരമ്പര എഴുതുന്നുണ്ടല്ലോ, അതാണ് അതിൻ്റെ വ്യത്യാസം. ഇപ്പോൾ നാട്ടിലെ തട്ടുകട അല്ലെങ്കിൽ കോഴിക്കട, KPCC പ്രസിഡന്റ് പറഞ്ഞ പോലെയാണ് കോഴിക്കട രജിസ്റ്റർ ചെയ്തു. ശ്രീ ജോസഫ് സി മാത്യു അറിയാവുന്ന ഒരു കാര്യമുണ്ട്, അദ്ദേഹത്തിന് അറിയേണ്ടതാണത്. ആക്സസ് ടു ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ്, ബാങ്കുകളിൽ നിന്ന് ക്രെഡിറ്റ് കിട്ടണമെങ്കിൽ വ്യാപാര സ്ഥാപനത്തിനാണെങ്കിൽ ഇവരൊക്കെ സാധാരണഗതിയിൽ 100 രൂപയ്ക്ക് 10 രൂപ മാസം പലിശ കൊടുക്കുന്ന പാർട്ടികളാണ്. ഇവർക്കൊരു ക്രെഡിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവർക്കൊരു രജിസ്ട്രേഷൻ വേണം.
വ്യവസായ മന്ത്രി ആ രജിസ്ട്രേഷൻ എടുത്ത് വെച്ച് കേരളത്തിൻ്റെ പിന്നെ വ്യാപാര രംഗത്തുള്ള മുന്നേറ്റം എന്ന് പറയുന്നെങ്കിൽ നിങ്ങൾക്കതിനെ ചോദ്യം ചെയ്യാം. അതൊരു പ്രശ്നമല്ല. ഇതിൻ്റെ അകത്തെ പെർസെപ്ഷൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിറ്റക്സ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തി, അവരുടെ യൂണിറ്റിൽ കടന്നു കയറി പരിശോധന നടത്തി. അതുകൊണ്ട് ഞങ്ങൾ ഇനി കേരളത്തിലില്ല എന്ന് പറഞ്ഞു. കേരളത്തിൽ അവരിപ്പോഴും ഉണ്ടോ എന്നുള്ളത് വസ്തുതയാണ്. സർക്കാർ എന്താണ് ചെയ്തത് എന്നുള്ളതാണ് നമ്മളിതിന് അന്വേഷിക്കേണ്ടത്. അവിടെയാണ് കേരളം വ്യവസായ സൗഹൃദമായിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. അവിടെ ഇപ്പം ഞാൻ കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും വലിയ നിർമ്മാണ കമ്പനിയായിട്ടുള്ള സിന്തൈറ്റിൻ്റെ പഴയ മാനേജിംഗ് ഡയറക്ടർ എന്നോട് പറഞ്ഞു 27 ഇൻസ്പെക്ടർമാർക്ക് ഞങ്ങളുടെ കമ്പനിയിൽ വന്ന് പരിശോധിക്കാം, 27 പേർക്കും ക്ലോഷർ നോട്ടീസ് കൊടുക്കാം. അങ്ങനത്തെ അവസ്ഥയുണ്ടായിരുന്നു. ഇപ്പോൾ സർക്കാർ അത് മാറ്റി. സർക്കാർ പുതിയ നിയമം കൊണ്ടുവന്നു, പുതിയ സംവിധാനം കൊണ്ടുവന്നു, കുറേ സുതാര്യമായ സംവിധാനം കൊണ്ടുവന്നു. കേരള സെൻട്രൽ ഇൻസ്പെക്ഷൻ സിസ്റ്റം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാക്കി. അത് കുറേ കൂടി ട്രാൻസ്പെറൻ്റായി. അങ്ങനെ സർക്കാർ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പം 3 മിനിറ്റ് കൊണ്ട് കിട്ടുന്ന ലൈസൻസ് അത് ഡീംഡ് ലൈസൻസാണ്. അതിന് ഇൻവെസ്റ്റ്മെൻറ്റ് എവിടെ, അതിൻ്റെ കെട്ടിടം എവിടെ എന്നുള്ള യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ ചോദ്യം അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പോലും ഈ കെട്ടിടവും ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ടെങ്കിലും ഈ പഞ്ചായത്തിൽ നിന്ന് ലൈസൻസ് കിട്ടൽ ബുദ്ധിമുട്ടായിരുന്നു. അതാണ് ഇപ്പോൾ ഒരു ഡീംഡ് ലൈസൻസ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ തന്നെ പത്രത്തിൽ വായിച്ചിട്ടുണ്ട്, ഒരു പവർ ലോണ്ടറിക്കാരൻ ഒരു ആപ്ലിക്കേഷൻ അയച്ചു കഴിഞ്ഞപ്പോൾ അവനോട് ഫയർ ലൈസൻസ് വേണമെന്ന് പറഞ്ഞു. ഫയർ ലൈസൻസിൻ്റെ ആവശ്യമില്ലാത്തൊരു ചെറിയ കെട്ടിടത്തിലാണ്. അതിൻ്റെ പുറകെ പിന്നെ വ്യവസായ മന്ത്രി ഇടപെടേണ്ടി വന്നു അയാൾക്ക് ഒരു ഡീംഡ് ലൈസൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ അവസ്ഥ മാറി, അത് ഓൺലൈനായിട്ട് മാറിയിരിക്കുന്നു. ഇങ്ങനെ നമ്മുടെ നാട്ടിലെ അങ്ങേയറ്റം തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള, വ്യവസായ വിരുദ്ധമായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഇടയ്ക്ക്, ബ്യൂറോക്രാറ്റുകളുടെ ഇടയ്ക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന വർത്തമാനം കൂടിയാണെന്ന് ഞാനിതിനെ കണക്കാക്കുന്നത്. പിന്നെ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, യൂത്ത് കോൺഗ്രസ് നേതാവിനോട് ചോദിക്കാനുള്ളത്, അദ്ദേഹം ഈ കോവിഡിൻ്റെ നമ്പറിൽ വലിയ സർക്കാർ പറഞ്ഞ മുഴുവൻ കള്ളമാണോ എന്ന് പറഞ്ഞു. അതെന്താണ് എന്നറിയാൻ ആഗ്രഹമുണ്ട്. കാരണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അഭിലാഷിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ്. ഇതിന് സർക്കാർ നടത്തുന്ന ശ്രമം, അതിൻ്റെ അകത്ത് രാഷ്ട്രീയക്കാരുടെ നിലയ്ക്ക് വ്യവസായ മന്ത്രി കുറച്ച് ഹൈപ്പ് കൂട്ടി പറയും. ഹൈപ്പ് കൂട്ടി പറഞ്ഞെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ എന്ന് ഉറപ്പുള്ള ആളാണ് ഞാൻ. കാരണം ഓരോ സംസ്ഥാനത്തും നിക്ഷേപ സമ്മേളനം കഴിഞ്ഞ് 5 ലക്ഷം കോടി, 10 ലക്ഷം കോടി, 15 ലക്ഷം കോടി എന്നൊക്കെ ചുമ്മാ കേട്ടോണ്ടിരിക്കുകയാണ്. ഓരോ സംസ്ഥാനത്തും വരും. ഈ ലക്ഷം കോടികളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഈ സംസ്ഥാനങ്ങളൊക്കെ സ്വിറ്റ്സർലൻഡിനേക്കാളും പുറം നമ്മളൊന്നും കാണാറില്ലല്ലോ. ഞാൻ തമിഴ്നാട്ടിൽ ജോലി ചെയ്യുന്ന ആളാണ്. 5, 8, 10 ലക്ഷം കോടികളാണ് അവർ ഇൻവെസ്റ്റ്മെൻറ്റ് വീട്ടിൽ കഴിയുമ്പോൾ പറയാൻ വേണ്ടിയിട്ടുള്ളത്. എല്ലാ സർക്കാരുകളും കുറച്ചൊക്കെ ഹൈപ്പ് ചെയ്യും. അതിൻ്റെ അകത്ത് വസ്തുക്കൾ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഞാൻ കണ്ടെടുത്തോളം ഇതിൻ്റെ അകത്ത് സർക്കാർ ആത്മാർത്ഥമായിട്ട് ശ്രമം നടത്തുന്നുണ്ട്. അതെല്ലാം അവരുടെയാണെന്ന് അവർ പറയുന്നില്ല. എനിക്ക് ഈ ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം കിട്ടണമെന്നുണ്ട്. എവിടെയാണ് ഈ കോവിഡിൻ്റെ കണക്കിൽ സർക്കാർ കള്ളത്തരം കാണിച്ചത് എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. കാരണം അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ആരോപണമാണ്. ഞാൻ ഇന്നലെയും ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് പറയുന്നത് കേട്ടു. യൂത്ത് കോൺഗ്രസിനും അങ്ങനെ സീരിയസ് ആയിട്ടുള്ള ആരോപണം ഉണ്ടെങ്കിൽ അത് അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അതറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ചോദ്യം. ശരി ഷുജിൻഡോ, ഇപ്പോൾ സംരംഭക വർഷത്തെക്കുറിച്ച് സർക്കാരിൻ്റെ അവകാശവാദമുണ്ട്, അത് നിങ്ങൾ ചോദ്യം ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ വ്യവസായ മന്ത്രി തന്നെ പറയുന്നത് ഇൻഡോർ IIM പഠനം നടത്തിയിട്ടുണ്ട്, പഠന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഈ ഇനീഷ്യേറ്റീവിനെ കുറിച്ച്. പ്രധാനമന്ത്രിയുടെ പുരസ്കാരം, ബെസ്റ്റ് ഇനീഷ്യേറ്റീവിനുള്ള പുരസ്കാരം, ബെസ്റ്റ് പ്രാക്ടീസിനുള്ള പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഓക്കെയാണെന്ന് പറയുന്നു. അപ്പോൾ പ്രതിപക്ഷത്തിന് ചെയ്യാൻ കഴിയുന്നത് എന്താ? പഞ്ചായത്ത് തിരിച്ചുള്ള കണക്കുണ്ടല്ലോ. അപ്പോൾ ഓരോ പഞ്ചായത്തിലെയും കണക്കെടുത്തിട്ട് ഇത് യഥാർത്ഥത്തിൽ നമുക്ക് സംരംഭം എന്നുള്ള നിലയിൽ കാണാൻ കഴിയില്ല, ഇത്രയാണ് തൊഴിൽ ജനറേറ്റ് ചെയ്തിട്ടുള്ളത്, അതല്ലെങ്കിൽ കൂടുതൽ കച്ചവട സ്ഥാപനങ്ങളാണ്, യഥാർത്ഥത്തിൽ നമുക്ക് സംരംഭം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്നവ ഇവയിലില്ല, അല്ലെങ്കിൽ ഇവയിൽ കുറവാണ്, പഴയ കടകളോ അല്ലെങ്കിൽ കച്ചവട യൂണിറ്റുകളോ ഒക്കെ പേര് മാറി സംരംഭമായതാണ്. ഇങ്ങനെ ഒരു ഡേറ്റ നിങ്ങൾക്ക് പഞ്ചായത്ത് തിരിച്ച് പ്രസിദ്ധീകരിക്കുക, ഡേറ്റ എടുക്കുക, അത് ഗവൺമെന്റിന്റെ മുമ്പിൽ വെക്കുക തുടങ്ങിയ കാര്യങ്ങളല്ലേ വളരെ കാടടച്ചുള്ള ഒരു ആരോപണമോ ഒരു നിഷേധമോ നടത്തുന്നതിനേക്കാൾ ഉചിതമായിട്ടുള്ള കാര്യം? തീർച്ചയായിട്ടും അഭിലാഷേ, ഞങ്ങളത് ചെയ്യും, തീർച്ചയായിട്ടും ചെയ്യും. കാരണം ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന മാധ്യമ പ്രവർത്തകനും അതുപോലെ സംരംഭകനൊക്കെ ഈ വാഴ്ത്തിപ്പാടുന്ന സംരംഭങ്ങളെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഞാനും ഒരു ചെറിയ സംരംഭകനാണ്. ഞാനും K-Swift ലൈസൻസ് എടുത്തിട്ടുണ്ട്, ഉദ്യം രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ട്. ഞാൻ വലിയ IT പ്രൊഫഷണൽ IT ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നല്ല നടത്തുന്നത്. പക്ഷേ എന്നോട് K-Swift ലൈസൻസ് എടുത്തതിന് ശേഷം ഒരിക്കൽ മാത്രം ലൈസൻസിന് ആപ്ലിക്കേഷൻ കൊടുത്താൽ അതിന് ശേഷം ഒരിക്കൽ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങുന്നുണ്ടോ എന്ന് ചോദിച്ചു ഒരാൾ വിളിച്ചു. അതിനപ്പുറത്ത് ആഴ്ചയിലോ മാസത്തിലോ അതിനപ്പുറത്ത് ഒരു ഓഡിറ്റിങ്ങിന് വിളിക്കുകയോ അല്ലെങ്കിൽ ഫോളോ
അഡോപ്റ്റ് ചെയ്യുകയോ എൻ്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടില്ല. ഇത് എൻ്റെയും അനുഭവമാണ്. അപ്പോൾ ഈ കേരളത്തിൽ ഇത്തരം രജിസ്ട്രേഷൻ എടുക്കുന്ന പലർക്കും പല അനുഭവങ്ങളാണ്. ഇനി ഇത് ഞാൻ തുടങ്ങുന്നതിന് മുമ്പ് ഇപ്പോൾ ഒരു എഡ്യൂക്കേഷൻ സർവീസുമായി ബന്ധപ്പെട്ട ഒരു സംരംഭമാണ് നടത്തുന്നത്. അതിനു മുമ്പ് ഞാനൊരു ചെറിയ ചായക്കട നടത്തിയിരുന്നു. അന്ന് അതിന് ഞാനൊരു ലൈസൻസ് എടുത്തു K-SWIFT. അപ്പോൾ അതും കേരളത്തിൽ P. രാജീവിൻ്റെ ഈ പറഞ്ഞ സംരംഭകത്വ വികസന പദ്ധതിയുടെ 3 ലക്ഷം പദ്ധതിയിൽ വരുന്ന, ഞാനത് നിർത്തിയിട്ട് 2 കൊല്ലത്തിന് മേലെയായി. അപ്പോൾ ഇങ്ങനെയുള്ള കണക്കുകൾ ഞങ്ങൾ പൊളിച്ച് കാണിച്ചു തരും. അന്നും ഇവരെയൊക്കെ വിളിച്ച് ചാനലിലിരുത്തി നമുക്ക് ഇതുപോലെ തന്നെ ഡിബേറ്റ് ചെയ്യണം. ഒന്നാമത്തെ, ഇനി ഞാൻ ചോദിക്കട്ടെ, കേരളം വ്യവസായ സൗഹൃദമാണെന്ന് അവകാശപ്പെടുന്ന പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് 2021-22 കാലത്ത് 26 പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലായിരുന്നു. അത് 23-24 ആകുമ്പോൾ, അതായത് കഴിഞ്ഞ വർഷം അത് 33 സ്ഥാപനങ്ങളായിട്ട് വർദ്ധിക്കുക. നഷ്ടത്തിലാകുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു. ഇനി കേരളത്തിലെ ടെക്നോ പാർക്കിൽ വന്നിരുന്ന കമ്പനികൾ, പ്രവർത്തിക്കുന്ന കമ്പനികൾ 2012-13 കാലത്ത് 285 ആയിരുന്നെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരം ഒഴിയുന്ന സമയത്ത് 390 സ്ഥാപനങ്ങൾ ടെക്നോ പാർക്കിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അതായത് 37% സ്ഥാപനങ്ങളുടെ വർധനവ് ടെക്നോ പാർക്കിൽ മാത്രമുണ്ടായിരുന്നു. ഇപ്പോഴോ 2019-20 450 ആയിരുന്നത് പിണറായി വിജയന്റെ രണ്ടാം സർക്കാർ വരുന്നതിന് തൊട്ട് മുമ്പ് 2019-20 450 ആയിരുന്നത് ഇന്ന് കഴിഞ്ഞ വർഷം 490, അതായത് 8% വർധനവ് മാത്രമാണ്. അതായത് ഇത്ര വലിയ IT ഇൻവെസ്റ്റ്മെന്റിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ടെക്നോ പാർക്കിൽ അല്ലെങ്കിൽ ഇത്തരം സ്ഥാപനങ്ങളിൽ പുതിയ സ്ഥാപനങ്ങൾ വരാതിരിക്കുന്നു, സംരംഭങ്ങൾ? ഇനി കേരളത്തിലെ സ്മാർട്ട് സിറ്റി എന്തുകൊണ്ടാണ് പൂട്ടിക്കെട്ടി ഭൂമി കച്ചവടത്തിന് വിട്ടുകൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു? ഇവിടെ പുതിയ ഇനിഷ്യേറ്റീവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതല്ലേ പറയുന്നത്. ഇനി ഒരു കാര്യം കൂടി പറയട്ടെ, കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിൽ കേരളത്തിൽ 1700 ചില്ലാൻ കോടി രൂപയാണ് ഇൻഡസ്ട്രി ആൻഡ് മിനറൽസിന് മാറ്റിവെച്ചത്. അതിൽ 29.1% മാത്രമാണ് സർക്കാർ ചെലവഴിച്ചത്. ഈ സംരംഭകത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാർ, വ്യവസായ സൗഹൃദം എന്ന് പറയുന്ന സർക്കാർ 30% താഴെയാണ് ബജറ്റ് എസ്റ്റിമേഷനിൽ, ബജറ്റ് അലോട്ട്മെന്റിൽ മാറ്റിവെച്ചത്, ചെലവഴിച്ചത്. ഇനി സയന്റിഫിക് റിസർച്ച് മേഖലയിൽ 18% മാത്രമാണ് ചെലവഴിച്ചത്. അപ്പോൾ ഈ സർക്കാരിൻ്റെ നയം ഇത്തരത്തിൽ ഭയങ്കരമായിട്ട് ഈ MSME പ്രോത്സാഹിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്നു, അത് സ്റ്റാർട്ടപ്പ് മിഷനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ഡാറ്റകൾ നാട്ടുകാർക്ക് വിശപ്പ് മാറ്റില്ല, ഡാറ്റകൾ നാട്ടുകാർക്ക് കൂലി കൊടുക്കില്ല. ഇനി ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാനുണ്ട് ഇതിനോടൊപ്പം. ഈ നമ്മുടെ മുഖ്യമന്ത്രി ടൈംസ് സ്ക്വയറിൽ പോയി ഇരുമ്പ് കസേരയിൽ പാകാവാത്ത കോട്ടിട്ടിരുന്നു കൊണ്ട് ഇവിടെ സംരംഭകർ വരില്ല. ശരിയാണ്, എനിക്ക് മുമ്പ് പറഞ്ഞ മാധ്യമപ്രവർത്തകൻ പറഞ്ഞ പോലെ നമ്മളിത് കുറെ കൂടി പറയണം, പ്രചരിപ്പിക്കണം, ശരിയാണ്. പക്ഷെ പ്രചരിപ്പിക്കാൻ എടുക്കുന്ന മാർഗങ്ങൾ എന്താ? ഇരുമ്പ് കസേരയിൽ പോയി പാകാവത്ത കോട്ടിട്ടിരിക്കുന്നതാണ് മാതൃക? അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ലോക കേരള സഭ എന്ന് പറഞ്ഞ് പാർട്ടി പ്രതിനിധികളടക്കം 1300 കോടി രൂപയുടെ ഉച്ചയൂണ് കഴിക്കുന്നതാണോ ഈ പറഞ്ഞ സംരംഭകത്വ പ്രോത്സാഹന പരിപാടി? അതിനപ്പുറത്ത് എത്ര കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് വന്നു, ഏതൊക്കെയാണ് ആ സ്ഥാപനങ്ങൾ, എത്ര തൊഴിൽ സൃഷ്ടിക്കപ്പെട്ടു, എത്രത്തോളം കേരളത്തിന്റെ സ്റ്റാഗ്നന്റ് ഇക്കോണമിയിൽ നിന്ന് കൈപിടിച്ചു ഉയർത്താൻ സാധിച്ചു? ഇങ്ങനെയൊക്കെ സാധിച്ചിട്ടുണ്ടെങ്കിൽ, GDP വളർച്ചയുണ്ടായിട്ടുണ്ട്, കേരളത്തിൽ ഇത്രയും സാമ്പത്തികമായിട്ടുള്ള വിസ്ഫോടനം നടന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നമുക്ക് പെൻഷൻ കൊടുക്കാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് ഇപ്പോഴും കേന്ദ്ര സർക്കാരിനെ പഴി ചാരിക്കൊണ്ട് ഇങ്ങനെ ഒളിച്ചു കിടക്കേണ്ടി വരുന്നത്? ഇനി ഒരു കാര്യം കൂടി പറയണം, നിങ്ങൾ LDF സർക്കാരിന്റെ നയപരിപാടി മാറി, തീർച്ചയായിട്ടും മാറിയിട്ടുണ്ട്. ഫോറിൻ യൂണിവേഴ്സിറ്റികളുടെ കാര്യത്തിൽ, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളുടെ കാര്യത്തിൽ മാറിയിട്ടുണ്ട്, വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ മാറിയിട്ടുണ്ട്, മെട്രോയുടെ കാര്യത്തിൽ മാറിയിട്ടുണ്ട്, അതുപോലെ ഗെയിൽ പൈപ്പ് ലൈനിന്റെ പദ്ധതിയുടെ കാര്യത്തിൽ മാറിയിട്ടുണ്ട്, പരിയാരം മെഡിക്കൽ കോളേജിന്റെ കാര്യത്തിൽ മാറിയിട്ടുണ്ട്, +2ന്റെ കാര്യത്തിൽ മാറിയിട്ടുണ്ട്. അങ്ങനെ ഓരോന്നും എടുത്ത് പരിശോധിച്ചാലും സീ പ്ലെയിനിന്റെ കാര്യത്തിൽ അടക്കം നിങ്ങളുടെ നിലപാടുകൾ മാറിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങളും പറയാം, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ നിലപാട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ രാജ്യത്ത്, ലോകത്തെമ്പാടുമുള്ള വ്യവസായികൾ, ഇൻവെസ്റ്റേഴ്സ് മുഴുവൻ കേരളത്തിലേക്ക് വരണമെന്ന് ഞങ്ങളും പറയാം. അതിനപ്പുറത്ത് നമുക്ക് എന്താ പറയാൻ പറ്റുക? യാഥാർത്ഥ്യങ്ങളെ അഡ്രസ്സ് ചെയ്തിട്ട് വേണം കണക്കുകൾ വെച്ച് പറയാൻ. ഈ പറഞ്ഞ കണക്കുകൾ, ഞാൻ പറയുന്നു, ഈ 3 ലക്ഷം സംരംഭകർ എന്ന് പറഞ്ഞ കണക്കുകൾ വ്യാജമാണ്, കള്ളമാണ്, പെരുപ്പിച്ച് കാണിച്ചാണ്. അതിനപ്പുറത്ത് ഈ പറഞ്ഞ MSMEയുടെ സൈറ്റ്, അതുപോലെ ഉദ്യം രജിസ്ട്രേഷന്റെ സൈറ്റ്, K-SWIFTന്റെ സൈറ്റൊക്കെ എടുത്ത് ക്രോസ് ചെക്ക് ചെയ്യുമ്പോൾ മാതൃഭൂമിക്ക് തന്നെ, ഉത്തരവാദിത്തപ്പെട്ട മാധ്യമം എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് തന്നെ ഇത് പൊളിക്കാവുന്നതാണ്. ഞങ്ങളും വരും ദിവസങ്ങളിൽ ഇതിന്റെ പുറകെ തന്നെ ഉണ്ടാവും. ഇനി മാധ്യമപ്രവർത്തകൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, കോവിഡുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നേതാവ് പറഞ്ഞു ഇതുവരെ കേട്ടിട്ടില്ലെന്ന്. ഞങ്ങൾ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് പറയുന്നതാണ് മാഷേ, ഇവിടെ കേരളത്തിലെ ആളുകളുടെ മരണനിരക്കിൽ കൃത്രിമം കാണിച്ചു, അത് തെറ്റായി രേഖപ്പെടുത്തി, എണ്ണം കുറച്ച് കാണിച്ചു. കോടതിയുടെ ഇടപെടൽ വന്നപ്പോൾ 10-28,000 ആളുകൾ മരിച്ചത് രേഖപ്പെടുത്തിയത്, അവർക്ക് കോവിഡ് വന്നാണ് മരിച്ചതെന്നുള്ള മരണ സർട്ടിഫിക്കറ്റ് കിട്ടിയത് കോടതി ഇടപെട്ടിട്ടല്ലേ? അതിനു മുമ്പ് രാജ്യത്തെ കോവിഡിന്റെ എല്ലാവരും കോവിഡിൽ ഉഴലുമ്പോൾ കേരളം പിടിച്ചുകെട്ടി ലോകത്തിന് മാതൃക, രാജ്യത്തിന് മാതൃക എന്നല്ലേ പറഞ്ഞ്? 12.5 കോടി ജനങ്ങളുള്ള മഹാരാഷ്ട്ര കഴിഞ്ഞാൽ 3.5 കോടി ജനങ്ങളുള്ള കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കോവിഡ് വന്ന് മരിച്ചതിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അതിനെന്ത് മറുപടിയാണ് താങ്കൾക്കുള്ളത്? താങ്കൾ ഒരു മാധ്യമപ്രവർത്തനല്ലേ? ഇത്രയും കാലമായിട്ട് ഈ വാർത്തയൊന്നും കണ്ടിട്ടില്ലേ? പറയാം. ശരി, പറയാം. അത് തന്നെ, ഇത് പറയാൻ വേണ്ടി തന്നെയാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത്. ഇത് കേൾക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത്. ഈ വാർത്ത, കോവിഡുമായി ബന്ധപ്പെട്ട നിരന്തരം വാർത്തകൾ നിങ്ങൾക്ക് ഇപ്പോഴും PTIയുടെ റെഗുലർ ആയിട്ടുണ്ട്. ഞങ്ങളുടെ പത്രത്തിൽ നോക്കിയാലും കാണാം.
കോവിഡിൻ്റെ നമ്പർ കേന്ദ്ര സർക്കാർ കോവിഡിന് ശേഷവും ഏകദേശം 1 വർഷത്തോളം അപ്ഡേറ്റ് ചെയ്തിരുന്നു. ആ അപ്ഡേറ്റ് ചെയ്ത ഓരോ വാർത്തയിലും ഓരോ ദിവസവും ഉണ്ട്. ആ വാർത്ത ഇപ്പോഴും അവരുടെ വെബ്സൈറ്റിലും കാണും. ഓരോ ദിവസവും കേരളത്തിൽ നിന്ന് കൂടുതൽ കേരളത്തിലെ നമ്പർ റിവൈസ് ചെയ്തു. 2 എണ്ണം കൂടി, 3 എണ്ണം കൂടി. ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിൽ അത് റിവൈസ് ചെയ്ത ഒറ്റ സംസ്ഥാനം കേരളമാണ്. എന്തുകൊണ്ടാണത്? നിങ്ങൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്രൈം റിപ്പോർട്ട് ചെയ്യുമെന്ന് പറയല്ലേ? അതേ കാരണം കേരളത്തിലെ മരിച്ച ഓരോ മരണവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഓരോ മരണവും പിന്നെ പുഴയിലെടുത്ത് കളഞ്ഞതും കൂട്ടിയിട്ട് കത്തിച്ചതുമല്ല കേരളത്തിൽ. ഓരോ നിങ്ങളിപ്പോൾ എടുത്തു നോക്ക്. ഞാൻ വേണം നിങ്ങൾക്ക് വേണം എത്ര നമ്പർ വേണം എടുത്തു തരാം. ഈ കേന്ദ്ര സർക്കാർ അപ്ഡേറ്റ് ചെയ്ത് ഓരോ ദിവസവും ഞാനൊന്ന് നോക്കിയിട്ടുണ്ട്. ഓരോ ദിവസവും കേരളത്തിലെ നമ്പറുകൾ മാത്രം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. എന്തുകൊണ്ടാണത്? കേരളത്തിൽ മരിച്ച ഓരോ മനുഷ്യനും അക്കൗണ്ടബിളാണ്. അത് കണ്ടിട്ട് നിങ്ങൾ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് പരമവിഡ്ഢിത്തരമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വന്നിരുന്നുകൊണ്ട് കേരളമാണ് കോവിഡ് ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ടതെന്ന് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്കുണ്ടോ ഉത്തർപ്രദേശിലെ കണക്കിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഗ്യാരണ്ടി ഉണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഗ്യാരണ്ടി ഉണ്ടോ ഉത്തർപ്രദേശിലെ മരണത്തിന്റെ പേരിൽ? ഒന്നുമില്ലല്ലോ. കേരളത്തിലെ ക്രൈം കൂടുതലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് പറഞ്ഞോളൂ. അല്ല, നമ്മൾ ഈ കാതലി തൊടുമ്പോൾ ആളുകൾക്ക് വിറവ് വരുന്ന കണ്ടില്ലേ? ഞാൻ പറയുന്നത് കേരളത്തിൽ കോടതിയുടെ നിർദ്ദേശപ്രകാരം ആഡ് ചെയ്യപ്പെട്ട കണക്കുകളാ. കേന്ദ്ര സർക്കാർ എണ്ണം വർദ്ധിപ്പിച്ചു എന്നുള്ള ആർഗ്യുമെന്റ് അല്ല പറഞ്ഞത്. കോടതി നിർദ്ദേശപ്രകാരം മരണപ്പെട്ട ആളുകളുടെ കണക്ക് കൃത്യമായിട്ട് കോവിഡ് വന്ന ആളുകളുടെ രേഖപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ 28,000 വർദ്ധിച്ചത്. കേന്ദ്ര സർക്കാർ കേരളത്തിൽ കോവിഡ് വന്ന് മരിച്ചു. അല്ലല്ല, പറയട്ടെ, ഇടപെടല്ലേ? താങ്കൾ ഒരു മാധ്യമപ്രവർത്തകർ, എന്നെക്കാളും പ്രായത്തിലും പക്വതയിലും പാരമ്പര്യത്തിലും ഒക്കെ പ്രൊഫഷണൽ ആയിട്ടും ഞാൻ പറയട്ടെ, കേന്ദ്ര സർക്കാർ കേരളത്തിൽ കോവിഡ് വന്ന് മരണപ്പെട്ടു. കേരളത്തിൽ കോവിഡ് വന്ന് മരണപ്പെട്ടവരുടെ എണ്ണം കൂട്ടിക്കാണിച്ച് കേരളത്തെ ഇകഴ്ത്തി കാണിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിച്ചു എന്നല്ല പറഞ്ഞേ. അങ്ങനെയാണ് എന്തുകൊണ്ടാണ് തമിഴ്നാടിനോട് അത് കാണിക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് ജാർഖണ്ഡിനോട് കാണിക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് ഡൽഹിയോട് കാണിക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് ബംഗാളിനോട് കാണിക്കാതിരുന്നത്? അവിടെയൊക്കെ BJP വിരുദ്ധ സർക്കാരുകളല്ലേ ഭരിക്കുന്നത്. അവിടെയൊക്കെ BJP വിരുദ്ധ സർക്കാരുകളല്ലേ ഭരിക്കുന്നത്. മാത്രം കാണിച്ചു. ഇനി അങ്ങനെയാണ് കാണിച്ചതെങ്കിൽ നരേന്ദ്രമോദി തന്ന അവാർഡ് നിങ്ങൾ വാങ്ങിയിട്ടല്ലേ കേരളം സംരംഭകത്തിൽ 1ാം സ്ഥാനത്തെത്തിയെന്ന്, ഈസ് ഓഫ് ഡൂയിങ്ങിൽ 1ാം സ്ഥാനത്തെത്തിയെന്ന് നരേന്ദ്രമോദി പറഞ്ഞ അവാർഡ് ഏറ്റുവാങ്ങിയിട്ടല്ലേ നിങ്ങൾ ഇത് പറയുന്നത്? രണ്ടും എങ്ങനെയാ ഇക്വറ്റ് ചെയ്യാൻ പറ്റുക? ശരി, അല്ല, അദ്ദേഹം പറഞ്ഞത് കേരളത്തിലാണ് കേസുകൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും അപ്ഡേറ്റ് ചെയ്യപ്പെട്ടതും മറ്റിടങ്ങളിൽ അങ്ങനെ ഇല്ല എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളിപ്പോ ഈ കോവിഡിന്റെ കാര്യത്തിൽ നിന്ന് ഈ ചർച്ചയുടെ റൂട്ട് മാറ്റണ്ടല്ലോ. അഭിലാഷ് ഇതിന് മറുപടി പറഞ്ഞിട്ടേ പോകാൻ പറ്റുള്ളൂ. ഇത് കേന്ദ്ര സർക്കാർ കേരളത്തിന് പണി തന്നത് നല്ലതല്ല ഞാൻ പറഞ്ഞത്. കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രി കേരളത്തിൽ വന്ന കണക്കെടുത്തിട്ടില്ല. കേരള സർക്കാർ കൊടുത്ത കണക്കാണ് ഈ അപ്ഡേറ്റ് ചെയ്യുന്നത്. അതല്ലാതെ കേരളത്തിന് ഏറ്റവും കൂടുതൽ മരണം നടന്നുവെന്ന് കേന്ദ്ര സർക്കാർ പ്ലോട്ട് ചെയ്യുന്നത് കൊണ്ടല്ല. ഈ മരിച്ചവരുടെ കണക്ക് കൃത്യമായിട്ടും കേരളത്തിൽ നിന്ന് വന്നു. ഈ കണക്ക് നിങ്ങൾ കോവിഡിന്റെ കാലത്ത് കോവിഡ് മരണങ്ങൾ കുറച്ച് കാണിച്ചു, കുറച്ച് കാണിച്ചു, അതിന്റെ മറവിൽ കൊള്ളയടിക്കുക കൂടി ചെയ്തു. എന്നിട്ട് അതിനെ ന്യായീകരിക്കും. ശ്രീ ജോയ് സെബാസ്റ്റ്യൻ, ഇപ്പൊ കേരളം വ്യവസായ സൗഹൃദമാവുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെയുള്ള ചെറുകിട സംരംഭകർക്കപ്പുറത്ത് വലിയ ഇൻവെസ്റ്റ്മെന്റ് കേരളത്തിലേക്ക് വരിക എന്നുള്ളത് കേരളമെങ്കിലും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണല്ലോ. സർക്കാരെങ്കിലും അത് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഒരു ജനസാന്ദ്രത, ഭൂമിയുടെ അവൈലബിലിറ്റി കുറവ്, മറ്റ് നിരവധി പ്രശ്നങ്ങൾ, സെൻസിറ്റീവായ ഒരു സംസ്ഥാനം എന്നുള്ള പലതരത്തിലുള്ള പരിമിതികളുണ്ട്. അപ്പോൾ നോളജ് ബേസ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് വരിക എന്നുള്ളതാണ് ഒരു പരിഹാരം. അപ്പോൾ ഈ സർക്കാർ വന്നു, അല്ലെങ്കിൽ ഇപ്പോൾ പി രാജീവ് അവകാശപ്പെടുന്നത് പോലെ ഞങ്ങൾ ഈ 2ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് കുറേ കാര്യങ്ങൾ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഒരു അത്തരത്തിലുള്ള വലിയ ഇൻവെസ്റ്റ്മെന്റിന് കേരളത്തിലേക്ക് കടന്നു വരാനുള്ള എന്ത് സാഹചര്യമാണ് ഒരുങ്ങിയിട്ടുള്ളത്? അത് തീരുമാനിക്കപ്പെടേണ്ടത് ശരിക്കും ഇനി വരാൻ പോകുന്ന, ഇപ്പോഴാണ് നമ്മൾ ആ ഒരു എന്താ പറയുക മുഖമിനുക്കലൊക്കെ നടത്തി തുടങ്ങി, അല്ലെങ്കിൽ മുഖമിനുക്കൽ പബ്ലിക്കിൽ നമ്മൾ അനൗൺസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അത്ര ഇപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ നോളജ് ബേസ്ഡ് ആയിട്ടുള്ള പലരും കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തു. IBM ഒരു ഉദാഹരണമാണ് കൊച്ചിയിൽ സ്റ്റാർട്ട് ചെയ്തത്. അത് നേരത്തെ പറഞ്ഞ പല കാരണങ്ങളുണ്ട്. ജോസഫ് സി മാത്യു പറഞ്ഞതുപോലെ അഫോർഡബിൾ ടാലൻറ്റിൻ്റെ അവൈലബിലിറ്റി ആയിരിക്കാം ചിലപ്പോൾ IBM പോലുള്ള കമ്പനികളെ ഇങ്ങോട്ടേക്ക് പറിച്ചു നടപ്പെടുന്നതിന് കാരണമെന്ന് ഞാനും കരുതുന്നുണ്ട്. പക്ഷേ അത് നമ്മളുടെ യൂത്തിന് പ്രയോജനം ചെയ്യും. നമ്മൾ അഫോർഡബിൾ ടാലൻറ്റ്, അതിന് പല കാരണങ്ങളുണ്ടല്ലോ. അഫോർഡബിൾ ടാലൻ്റ് ആവുന്നതിന് ജീവിത ചെലവുകളുടെ കുറവുമൊക്കെ ഉണ്ട്. അപ്പോൾ വൻകിട കമ്പനികൾ ഈ മുഖമിനുക്കലൊക്കെ കണ്ടിട്ട് വേണം
കാര്യം ചെറുകിടക്കാരൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെയാണ് സ്ഥാപനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ നാട്ടിൽ നിന്ന് വളർന്നു വന്ന അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്തു പോയവർ തിരിച്ചു വരുമ്പോൾ കേരളത്തിൽ സ്ഥാപനം തുടങ്ങാൻ പറ്റുമോ അല്ലെങ്കിൽ സംരംഭം തുടങ്ങാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിക്കുന്ന തലത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട, അത് ഏത് ഗവൺമെൻറ് വന്നാലും, ഞാൻ ഇന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ജോലിയായിട്ട് ഇതിനെ കാണുന്നില്ല. കേരളത്തിൻ്റെ ഫ്യൂച്ചറിന് അല്ലെങ്കിൽ കേരളത്തിൻ്റെ യുവജനങ്ങളെ ഇവിടെ പിടിച്ചു നിർത്താൻ, കേരളം ജീവിക്കാൻ പറ്റുന്ന ഒരിടമായി മാറുന്നതിന് ഈ മുഖമിനുക്കൽ തുടരേണ്ടതുണ്ട്. അതുവഴി ഇനി കൂടുതൽ മെച്ചപ്പെട്ട ഒരു പ്രതിച്ഛായ കേരളത്തിന് പുറത്ത് കാണിക്കണം. കാണിച്ചാൽ സ്വാഭാവികമായും ഈ ടാലൻറ്റ് ഒരു അതിൻ്റെ കൂട്ടത്തിൽ വളർന്നു വരേണ്ട ഒരു സംഗതി നമ്മുടെ നാട്ടിലെ കുട്ടികളുടെ സ്കിൽ സെറ്റ് അതിന് അനുയോജ്യമായ രീതിയിൽ മെച്ചപ്പെടുത്തേണ്ടത്. അത് ഇതിന് പാരലായി വളരണം. സ്കിൽ സെറ്റ് എവിടെ നന്നായിട്ടുണ്ടോ അവിടേക്ക് സ്വാഭാവികമായിട്ട് വൻകിട കമ്പനികളും വന്നു ചേരേണ്ടതാണ്. ഇത് രണ്ടും പ്രധാനമാണ്. ഇത് രണ്ടും ചെയ്തെടുത്താൽ കേരളത്തിൽ, അത് ഇന്ന ഗവൺമെൻറ് എന്നുള്ളതല്ല, കേരളത്തിന് വലിയൊരു ഫ്യൂച്ചർ ഇപ്പോഴും ഉണ്ട് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. വൻകിട കമ്പനികളും കേരളത്തിലേക്ക്, പണ്ട് സ്ഥലമൊക്കെ കൊടുത്താണ് ആളുകളെ കൊണ്ടുവന്നിരുന്നതെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ സൗത്തിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഇഷ്ടം പോലെ സ്ഥലമൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കാനുണ്ടായിരുന്നു. കേരളത്തിൽ അത് സാധ്യമല്ലായിരുന്നു. പക്ഷേ കേരളത്തിന് കൊടുക്കാൻ കഴിയുന്ന ഒന്ന് ഈ ടാലൻറ്റിൻ്റെ റിച്ച്നെസ്, റിസോഴ്സ്ഫുൾനെസ്, അതൊക്കെ കാണിച്ച് ഈ ഇൻഡസ്ട്രി ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറൊക്കെ കാണിച്ച് കേരളത്തിലേക്ക് കൂടുതൽ മറ്റ് സൗജന്യങ്ങളില്ലാതെ നോളജ് ബേസ്ഡ് കമ്പനികളെ കൊണ്ടുവരാൻ എളുപ്പമാണ് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അതിന് സാധ്യതകളുണ്ട്. അത് വൻകിട കമ്പനികൾ സ്വാഭാവികമായി വന്നു ചേരും. തീർച്ചയായും. എന്തായാലും അടുത്ത സർക്കാർ ഇക്കാര്യത്തിലൊരു നയവ്യതിയാനം വരുത്തേണ്ട കാര്യമില്ല. പക്ഷേ ഇപ്പോൾ സ്വകാര്യ മൂലധനത്തെ ഫെസിലിറ്റേറ്റ് ചെയ്യുകയാണ് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് ഇടതുപക്ഷത്തിനൊരു അശ്ലീലമായിരുന്നു. ഇപ്പോൾ അങ്ങനെ അല്ല താനും. അപ്പോൾ എന്തായാലും 2026 ശേഷം എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് അപ്പോൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യവുമാണ്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ ജോയ് സെബാസ്റ്റ്യൻ, ശ്രീ ജോസഫ് സി മാത്യു, ശ്രീ KJ ജേക്കബ്, ഒപ്പം ശ്രീ ജിൻഡോ ജോൺ. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.